സിമ്പിൾ ഇൻട്രസ്റ്റ് ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന ടോപ്പിക്കിലെ സാധാരണ പലിശയും കൂട്ടുപലിശയും എന്ന ടോപ്പിക്കിലെ ബേസിക് ആയ കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസും പ്രീവിയസ് ആയി ചോദിച്ച ക്വസ്റ്റ്യൻസുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കി ആദ്യം സിമ്പിൾ ഇൻട്രസ്റ്റ് പറഞ്ഞു പോകാം. സിമ്പിൾ ഇൻട്രസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും കുറച്ച് ക്വസ്റ്റ്യൻസും ചെയ്ത് നേരെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലേക്ക് പോകാം അല്ലേ. അപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കേൾക്കുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലേക്ക് എന്താണ് ആദ്യം കയറിയത്? SI സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് ഞാൻ പറയുന്നത്. സാധാരണ പലിശയും കൂട്ടുപലിശയും. സാധാരണ പലിശ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലേക്ക് ഒരു ഇക്വേഷൻ ചാടി കയറി വരും അല്ലേ. എന്താണ്? I = PNR / 100 എന്ന ഇക്വേഷൻ നമ്മൾ മനസ്സിലേക്ക് വരും. I = പലിശയാണ്. P എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ എമൗണ്ട് ആണ്, ഓർ മുതലാണ്, ഓർ നിശ്ചിത തുക എന്നൊക്കെ ക്വസ്റ്റ്യനിൽ കാണുന്ന സാധനമാണ്. N എന്ന് പറഞ്ഞാൽ വർഷമാണ്. ദെൻ R എന്ന് പറഞ്ഞാൽ എന്താണ്? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. പലിശ നിരക്ക് ആണ്. എഴുതി പോകുന്നത് ചിലപ്പോൾ വായിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും, ഹാൻഡ് റൈറ്റിംഗ് വളരെ മോശമായതുകൊണ്ട്. പക്ഷെ പറയുന്നത് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നത്. പലിശ മുതൽ I എന്ന് പറഞ്ഞാൽ പലിശയാണ്, P എന്ന് പറഞ്ഞാൽ മുതൽ ഓർ പ്രിൻസിപ്പൽ എമൗണ്ട് ആണ്, N എന്ന് പറഞ്ഞാൽ വർഷമാണ്, എത്ര വർഷമാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. R എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്, പലിശ നിരക്കാണ്. പലിശ നിരക്ക് എപ്പോഴും വാർഷികമായിട്ടാവും. ഒരു വർഷത്തേക്ക് ഇത്ര പലിശ, ഒരു വർഷത്തേക്ക് ഇത്ര പലിശ, ഒരു വർഷത്തേക്ക് 8%, ഒരു വർഷത്തേക്ക് 10%, ഒരു വർഷത്തേക്ക് 20%, അങ്ങനെ വാർഷികമായിട്ടാണ് പലിശ കണക്കാക്കി വരുന്നത്, പലിശ പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ, ബേസിക്കായ കാര്യങ്ങൾ എപ്പോഴും ചെറുപ്പം മുതലേ നമ്മൾ കാണുന്നതാണല്ലേ, പണ്ട് മുതലേ നമുക്ക് അറിയുന്നതാണ്. സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന ടോപ്പിക്കിലെ ഓരോ ക്വസ്റ്റ്യൻ ചെയ്തിട്ടില്ലെങ്കിൽ കൂടി I = PNR / 100 എന്ന ഇക്വേഷൻ നമ്മൾ മനസ്സിലേക്ക് എപ്പോഴും പതിഞ്ഞിരിക്കുന്ന ഒരു സാധനമാണല്ലേ. ഇത്തരം കാര്യങ്ങൾ, ഈ ഒരു ബേസിക്കായ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ ഈസി ആയിട്ട് ചെയ്തു പോകാം. കുറച്ചും കൂടി ഈസി ആയിട്ട് ചെയ്യാൻ കുറച്ചും കൂടി ബേസിക്കായ കുറച്ചും കൂടി കാര്യങ്ങൾ പറഞ്ഞു പോയിക്കോട്ടെ. സിമ്പിൾ ഇൻട്രസ്റ്റിലെ സാധാരണ പലിശയിലെ ഒരു ഇക്വേഷൻ I = PNR / 100 ഇൻട്രസ്റ്റ് കണക്കാക്കാനുള്ള, വാർഷികപരമായിട്ട് ഓരോ വർഷവുമുള്ള ഇൻട്രസ്റ്റ് കണക്കാക്കാനുള്ള ഇക്വേഷൻ ആണ് PNR / 100. ഈ ഇക്വേഷൻ എല്ലാവർക്കും അറിയുന്നതാണ്. ഒട്ടുമിക്ക ആൾക്കാരും ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. അപ്പോൾ കുറച്ചും കൂടി ഈസി ആവാൻ വേണ്ടി, ചില ക്വസ്റ്റ്യൻസ് കുറച്ചും കൂടി ഈസി ആയി ചെയ്യാൻ വേണ്ടി ബേസിക് ആയ കാര്യം എപ്പോഴും മനസ്സിലുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ വരുന്നത് അറിയാലോ. SCERT ബുക്കത്തെ ക്വസ്റ്റ്യൻ വരും, അല്ലെങ്കിൽ എവിടെന്നെങ്കിലും തലതിരിച്ച് വരുന്ന ക്വസ്റ്റ്യൻസ് വരും. നമ്മളെ കുഴപ്പിക്കുക എന്നുള്ളതാണ്, നമ്മളെ ബുദ്ധിമുട്ടിക്കുക എന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻ എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. അപ്പോൾ ബേസിക്കായ കാര്യങ്ങൾ മുതൽ മനസ്സിലാക്കി പഠിച്ച് കുറച്ചും കൂടി ഈസി ആയിട്ട് എങ്ങനെ ചെയ്യാം എന്നും കൂടി മനസ്സിലാക്കി പോയാൽ നന്നായിരിക്കും. അപ്പോൾ ഇക്വേഷൻ അവിടെ ഇരിക്കട്ടെ. ഇക്വേഷൻ യൂസ് ചെയ്യാണ്ട് ചില ക്വസ്റ്റ്യൻസ് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാൻ വേണ്ടി ബേസിക്കായ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. നമ്മളെ കയ്യിൽ ഒരു 10,000 രൂപ ഉണ്ട്. അത് 10% പലിശയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്, ഡെപ്പോസിറ്റ് ചെയ്യാൻ പോവുകയാണ്. 10,000 രൂപ 10% പലിശയിൽ, സാധാരണ പലിശയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ, ബാങ്കിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് ആദ്യത്തെ വർഷം കിട്ടുന്ന പലിശ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആദ്യത്തെ വർഷം കിട്ടുന്ന പലിശ എന്ന് പറഞ്ഞാൽ 10,000-ന്റെ 10% കിട്ടും. 10,000-ന്റെ 10% എന്ന് പറഞ്ഞാൽ 10,000-ന്റെ 10% 10,000 × 10 / 100 ചെയ്യുമ്പോൾ 2 0 കട്ടാക്കി 100 × 10 1000 എന്ന് കിട്ടും. 10,000-ന്റെ 10% 1000 ആണെന്ന് നമുക്കറിയാലോ. ഒന്നാമത്തെ വർഷം അത് കിട്ടും. രണ്ടാമത്തെ വർഷം എന്ത് കിട്ടും? വീണ്ടും ഈ 10,000-ന്റെ 10% തന്നെയല്ലേ കിട്ടുക. സാധാരണ പലിശ എല്ലായ്പ്പോഴും തുക സെയിം ആയിരിക്കും അല്ലേ. സാധാരണ പലിശ കിട്ടുന്ന രീതി എപ്പോഴും ഒരേ തുകയായിരിക്കും എല്ലാ വർഷവും കിട്ടിക്കൊണ്ടേയിരിക്കുക. വീണ്ടും എന്താണ്? ഈ 10,000-ന്റെ 10% 1000 കിട്ടും ഇല്ലേ. മൂന്നാമത്തെ വർഷം വീണ്ടും എന്താണ്? 1000 കിട്ടും. നാലാമത്തെ വർഷമാണെങ്കിൽ വീണ്ടും 1000 കിട്ടും അല്ലേ. അപ്പോൾ നോക്കിയേ, ആദ്യത്തെ വർഷം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത 10,000-ന്റെ 10% 1000 കിട്ടി. അത് എത്രയാണ്? 1000-ന്റെ 10%. രണ്ടാമത്തെ വർഷമായപ്പോൾ പലിശയായിട്ട് എത്ര കിട്ടി? 1000 കിട്ടി. 1000 കിട്ടി, ടോട്ടൽ 2000 രൂപ കിട്ടി അല്ലേ. അത് എത്രയാണ്? 20%. 2 വർഷം കൊണ്ട് നമുക്ക് കിട്ടിയ പലിശ എന്ന് പറഞ്ഞാൽ 20%. മൂന്നാമത്തെ വർഷം അത് 2000 കിട്ടും, വീണ്ടും 1000 കിട്ടും, ടോട്ടൽ 3000 രൂപ 3 വർഷം കൊണ്ട് പലിശയായിട്ട് കിട്ടും. 3 വർഷം കൊണ്ട് ടോട്ടൽ 3000 രൂപ പലിശയായി കിട്ടും. അത് എത്രയാണ്? 10,000-ന് എത്ര ശതമാനമാണ് 3000? 30% അല്ലേ. 30% 3000. ഇതാ നോക്കി, നാലാമത്തെ വർഷം നോക്കി, 4000 രൂപയാണ് ടോട്ടൽ പലിശയായി കിട്ടുന്നത്. ടോട്ടൽ 4000 രൂപ പലിശയായി കിട്ടും. അതായത് 40% നമുക്ക് കിട്ടിയ പലിശ എന്ന് പറഞ്ഞാൽ. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? നമ്മൾ എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് കിട്ടുന്ന പലിശ എന്ന് പറയുന്നത്, എത്ര വർഷം കഴിഞ്ഞാലും എത്ര ശതമാനം പലിശയിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് കിട്ടുന്ന ടോട്ടൽ പലിശ എന്ന് പറഞ്ഞാൽ
നമ്പർ ഓഫ് ഇയേഴ്സിനെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൊണ്ട് ഗുണിച്ച് അത്രയും ശതമാനം പലിശ. നമ്പർ ഓഫ് ഇയേഴ്സിനെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൊണ്ട് ഗുണിച്ച് അത്രയും ശതമാനം പലിശയാണ്. നമ്മൾ 1 വർഷം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 10% പലിശ കിട്ടുന്നു. 2 വർഷം ഇട്ട് കഴിഞ്ഞാൽ 2 × 10 20% പലിശയാണ് 2 വർഷം കൊണ്ട് കിട്ടുന്നത്. 3 വർഷം ഇട്ട് കഴിഞ്ഞാൽ 3 × 10 30% പലിശയാണ് 3 വർഷം കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത്. 4 വർഷം ഇട്ട് കഴിഞ്ഞാൽ 4 × 10 40% പലിശയാണ് 4000 രൂപയാണ് 4 വർഷം കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ? ബേസിക്കായി അറിഞ്ഞിരിക്കേണ്ട ഇക്വേഷൻ നമുക്കറിയാം. I = PNR / 100 ആണ്. N = വാർഷികമാണ്. വാർഷികപരമായിട്ടാണ്, വർഷങ്ങളാണ്. ഇതേ ക്വസ്റ്റ്യൻ തന്നെ ചിലപ്പോൾ എന്ത് ചെയ്യും? മാസങ്ങളിൽ ചോദിക്കും, ദിവസങ്ങളിൽ ചോദിക്കും, അങ്ങനെ വരാനും ചാൻസ് ഉണ്ട്. 1 വർഷം എന്ന് പറഞ്ഞാൽ 12 മാസമാണ്. 1 വർഷം എന്ന് പറഞ്ഞാൽ 365 ദിവസമാണ്. അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ കൂടി ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ കാണാൻ പറ്റും. അപ്പോൾ ഓർത്തിരിക്കേണ്ട കാര്യം, ബേസിക്കായ ഇക്വേഷൻ ഓർത്തിരുന്നു. I = PNR / 100 ഓർക്കുമല്ലോ, അത് നമുക്ക് അറിയുന്ന കാര്യമല്ലേ. പിന്നെ ഒരു ചെറിയൊരു പോയിന്റായിട്ട് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഓർത്ത് വെക്കാൻ വേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് കിട്ടുന്ന പലിശ എന്ന് പറഞ്ഞാൽ, നമുക്ക് കിട്ടുന്ന പലിശ എത്ര എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് കിട്ടുന്ന പലിശ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്പർ ഓഫ് ഇയേഴ്സിനെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൊണ്ട് ഗുണിച്ച് അത്രയും ശതമാനം പലിശ കിട്ടും. നമ്പർ ഓഫ് ഇയേഴ്സിനെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൊണ്ട് ഗുണിച്ച് അത്രയും ശതമാനം പലിശയായിരിക്കും ടോട്ടൽ നമുക്ക് കിട്ടുന്നത്. ഓക്കെ ആണല്ലോ. I = എത്ര ശതമാനം പലിശയാണ് കിട്ടുന്നത്? നമ്പർ ഓഫ് ഇയേഴ്സിന് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൊണ്ട് ഗുണിച്ച് അത്രയും ശതമാനം പലിശ കിട്ടും. ഇത്രയും ബേസിക്കായ കാര്യങ്ങൾ ഓക്കെ ആണോ? എങ്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കിയാലോ. സിമ്പിൾ ഇൻട്രസ്റ്റുമായി ബന്ധപ്പെട്ട് പ്രീവിയസ് ആയി ചോദിച്ചതും ചോദിക്കാൻ ചാൻസ് ഉള്ളതുമായ ഓരോ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ. അതിൽ ഓരോരോ ടൈപ്പ് നമുക്ക് ഡിസ്കസ് ചെയ്തിട്ട് പോയാലോ. ഒന്നാമത്തെ ഒരു ബേസിക്കായ ക്വസ്റ്റ്യൻ നോക്കിയേ. 8000 രൂപയ്ക്ക് 9 മാസത്തേക്ക് 10% പലിശ നിരക്കിൽ സാധാരണ പലിശ എത്ര രൂപ ലഭിക്കും? 8000 രൂപയ്ക്ക് 9 മാസത്തേക്ക് 10% പലിശ നിരക്കിൽ എത്ര രൂപ ലഭിക്കും? I = PNR / 100 ആണെന്ന് നമുക്കറിയാം. ഇതെന്താണ്? വർഷത്തിലേക്ക് ഒരു വാർഷികപരമായിട്ട് കണക്കാക്കുന്നതാണ് അല്ലേ. നമ്മളോട് ചോദിച്ചത് 9 മാസമാണ്. എത്ര രൂപയാണ്? 8000 രൂപയാണ്. എത്ര ശതമാനം പലിശ നിരക്കിലാണ്? 10% പലിശ നിരക്കിലാണല്ലേ. സോ I = PNR / 100. N വർഷമായതുകൊണ്ടും നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മാസമായതുകൊണ്ടും P × R/100 ഇൻറ്റു എത്ര മാസത്തേക്കാണ്? 9 മാസത്തേക്കാണ്. 9 മാസം 9 / 12 മാസമല്ല ഒരു വർഷം. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? പലിശ കിട്ടും. 8000 × എത്ര ശതമാനമാണ്? 10% അല്ലേ. 10 / 100 ഇൻറ്റു 9 എത്ര മാസത്തേക്കാണ്? 9 മാസത്തേക്കാണ്. ഒരു വർഷത്തേക്കാണെങ്കിൽ നമുക്ക് എന്താ 12 ഒന്നും വേണ്ട. 9 മാസമായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? 12. ഒരു വർഷം എന്ന് പറഞ്ഞാൽ 12 മാസമല്ലേ. അപ്പോൾ 9 / 12. ഓക്കെ ആണോ? സോ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടുന്നു. 2 0 വെട്ടിപ്പോയി. ഇവിടെ വെട്ടുമ്പോൾ 3 വട്ടം, ഇവിടെ വെട്ടുമ്പോൾ 4 വട്ടം. ഓക്കെ, വീണ്ടും വെട്ടാലോ 4 കൊണ്ട്. ഇവിടെ 3 കൊണ്ട് വെട്ടി. 4 കൊണ്ട് വെട്ടുമ്പോൾ നോക്കിയേ 80 വെട്ടാം 20 വട്ടം അല്ലേ. 20 × 10 200. 200 × 3 600 എന്ന് കിട്ടും. ഓക്കെ, അല്ലെങ്കിൽ എങ്ങനെ ചെയ്യാം? 800ന്റെ 10%, 8000ന്റെ 10% കണ്ടുപിടിക്കുന്നു. 8000ന്റെ 10% കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? 800 എന്ന് കിട്ടും. ഈ 800 എന്താണ്? ഈ 800 ഒരു വർഷത്തിന്റെ പലിശയാണ്. അതായത് 12 മാസത്തിന്റെ പലിശയാണ് 800. 12 മാസത്തിന്റെ പലിശയാണ് 800. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? 9 മാസത്തിന്റെ പലിശയാണ്. 9 മാസത്തിന്റെ പലിശ നമുക്കറിയോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ക്രോസ് ചെയ്യുന്നു? ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ മാർക്ക് എവിടെയാണോ താഴെ കൊടുക്കണം അല്ലേ. അപ്പോൾ 800 × 9 / ക്വസ്റ്റ്യൻ മാർക്ക് 12ന്റെ ഓപ്പോസിറ്റ് അല്ലേ, അത് താഴെ കൊടുക്കുന്നു. ഈ സാധനം തന്നെ നമ്മളിവിടെ ചെയ്തത്. വെട്ടുമ്പോൾ നോക്കിയേ 3 വട്ടം 4 വട്ടം. ഇവിടെ വെട്ടുമ്പോൾ 200. 200 × 3 600 എന്ന് കിട്ടി. ഓക്കെ ആണോ? ബേസിക്കായ ഒരു ക്വസ്റ്റ്യൻ അല്ലേ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. 36,000 രൂപയ്ക്ക് 12% പലിശ നിരക്കിൽ 8 മാസത്തേക്ക് സാധാരണ പലിശ എത്രയായിരിക്കും? 36,000 രൂപയ്ക്ക് 12% പലിശ നിരക്കിൽ 8 മാസത്തേക്ക് സാധാരണ പലിശ എത്രയായിരിക്കും? 36,000 രൂപയാണ്.
അല്ലേ? എത്ര ശതമാനം പലിശ നിരക്കിലാണ്? 12.5% പലിശ നിരക്കിലാണ്. 12.5% പലിശ നിരക്കിലാണ്. എത്ര മാസത്തേക്കാണ്? 8 മാസത്തേക്കാണ്. 8 മാസം അല്ലേ? 36,000 രൂപ. പി നമുക്കറിയാം, ആർ നമുക്കറിയാം, എൻ അറിയാം. 8 മാസമാണ്. കണ്ടുപിടിക്കണം എന്താണ്? ഐ ഈസ് ഈക്വൽ ടു പി എൻ ആർ ഡിവൈഡ് ബൈ 100 ആണ്. 36,000 ഇൻറ്റു 12.5% അല്ലെ? 12.5 ഡിവൈഡ് ബൈ 100 ഇൻറ്റു എത്ര മാസത്തേക്കാണ്? 8 മാസമാണ്. 8 ഡിവൈഡ് ബൈ 12. ഇത്രയും ഓക്കെ ആണോ? ഇത്രയും ബേസിക്കായ കാര്യമല്ലേ? ഇത് എഴുതി വയ്ക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? തന്ന സാധനങ്ങളല്ലേ, ക്വസ്റ്റ്യനിൽ ഡയറക്റ്റായി തന്ന സാധനങ്ങളല്ലേ. ഇനിയാണ് വെട്ടിച്ചെറുതാക്കുന്ന പരിപാടി വരുന്നത് അല്ലേ. അപ്പോഴാണ് ചിലവർക്കെങ്കിലും കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുക. എപ്പോഴും പറയുന്ന പോലെ തന്നെ വെട്ടിച്ചെറുതാക്കലും ഗുണക്കലും ഫാസ്റ്റ് ആവണമെങ്കിൽ ഗുണനപ്പട്ടിക എപ്പോഴും സ്ട്രോങ് ആയിരിക്കണം. ബേസിക്കായ ഗുണനപ്പട്ടിക സ്ട്രോങ് ആയിരിക്കണം. അത് കഴിഞ്ഞാൽ ഡിവിസിബിലിറ്റി റൂൾസ് സ്ട്രോങ് ആയിരിക്കണം. ഇത് 2 കാര്യങ്ങളുണ്ടെങ്കിൽ വെട്ടാനും നിരത്താനും ഒക്കെ നമുക്ക് വളരെ ഈസി ആയിരിക്കും. അപ്പോൾ നോക്കിയേ, 12.5ഉം 100ഉം കൂടി നമുക്ക് ഈസി ആയിട്ട് വെട്ടാം. എങ്ങനെ വെട്ടാം? 8 വട്ടം 12 ഇൻറ്റു 12.5 ഇൻറ്റു 2 25 25 ഇൻറ്റു 4 100 അപ്പോൾ 2 ഇൻറ്റു 4 8 8 വട്ടം 100ൽ പോകും. 12.5 വെട്ടി. ഈ 8ഉം ഈ 8ഉം വെട്ടി. ദെൻ ഈ 12ഉം 36ഉം വെട്ടുമ്പോൾ 3. ദെൻ 3 0. സോ ഐ ഈസ് ഈക്വൽ ടു 3000 എന്ന് കിട്ടും. വലിയ സംഖ്യയായിരുന്നു. 12.5 കണ്ട ആൾക്കാർക്ക് ടെൻഷൻ അടിച്ചിട്ടുണ്ടാവും. 8 മാസം കണ്ടപ്പോഴും ടെൻഷൻ അടിച്ചിട്ടുണ്ടാവും. ഇങ്ങനെ എഴുതിയപ്പോഴും ടെൻഷൻ അടിച്ചിട്ടുണ്ടാവും. വല്ല ബുദ്ധിമുട്ടുണ്ടോ വെട്ടാൻ? നോക്കിയേ, 100 2 0 2 0 ഒക്കെ വെട്ടി വന്നു കഴിഞ്ഞാൽ ആകെ സീനാകും. അപ്പോൾ നോക്കിയേ, 12.5 25 50 ഒക്കെ അതിൻ്റെ ഗുണിതങ്ങളായതുകൊണ്ട് നമ്മൾ നേരെ എന്ത് ചെയ്ത് വെട്ടി അങ്ങോട്ട് ചെറുതാക്കി. 8ഉം 8ഉം വെട്ടി. 12 കൊണ്ട് 36 വെട്ടാം. 3000 എന്ന് കിട്ടി. വളരെ ഈസി അല്ലേ? ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയിക്കോട്ടെ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പറയട്ടെ. 6250 രൂപയ്ക്ക് 6250 രൂപയ്ക്ക് 14% നിരക്കിൽ 146 ദിവസത്തേക്കുള്ള പലിശ എത്രയായിരിക്കും? സാധാരണ പലിശയാണ്. സാധാരണ പലിശ എന്ന് പ്രത്യേകം എടുത്ത് പറയാത്തതാണ്. 6250 രൂപയ്ക്ക് സാധാരണ പലിശ എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ അത് പലിശ എന്ന് പറഞ്ഞാൽ സാധാരണ പലിശയായിരിക്കും. കൂട്ടുപലിശയാണെങ്കിൽ പ്രത്യേകം പറയും. കൂട്ടുപലിശ രീതിയിൽ എന്ന് പ്രത്യേകം പറയും. ഓക്കെ, 6250 രൂപയ്ക്ക് 14% പലിശ നിരക്കിൽ 146 ദിവസത്തേക്കുള്ള പലിശ എത്രയായിരിക്കും? കുറച്ചു മുമ്പ് നമ്മൾ ചെയ്തത് മാസത്തേക്കുള്ള പലിശയാണ്. 8 മാസം 9 മാസം 7 മാസം അങ്ങനെയുള്ള പലിശയാണ്. കുറച്ചും കൂടി ഒരു വ്യത്യാസം വന്ന് 146 ദിവസത്തേക്കുള്ള പലിശയാണ് കണ്ടുപിടിക്കേണ്ടത്. 6250 രൂപയാണ്. 6250 രൂപയാണ്. എത്ര ശതമാനമാണ്? 14% പലിശ നിരക്കിലാണ്. 146 ദിവസമാണ്. N നമുക്കറിയാം, R നമുക്കറിയാം, P നമുക്കറിയാം. കണ്ടുപിടിക്കാനുള്ളത് എന്താണ്? I ആണ്. I is equal to PNR ഡിവൈഡ് ബൈ 100 ആണ്. 6250 ഇൻറ്റു 14% 14 ഡിവൈഡ് ബൈ 100 ഇൻറ്റു 146 ദിവസത്തേക്കാണ്. ഒരു വർഷം എന്ന് പറഞ്ഞാൽ വാർഷികപരമായിട്ട് കണക്കാക്കുമ്പോൾ PNR ഡിവൈഡ് ബൈ 100 ആണ്. ഒരു വർഷം എന്ന് പറഞ്ഞാൽ 365 ദിവസമാണ്. സോ നമുക്ക് 146 ദിവസത്തിൻ്റെ പലിശയാണ് കണക്കാക്കേണ്ടത്. 146 ഡിവൈഡ് ബൈ 365. ഓക്കെ ആണോ? ഈ എഴുതിയത് സംശയമില്ലല്ലോ. ഡേയ്സ് മാസമാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒരു വർഷം എന്ന് പറഞ്ഞാൽ 12 മാസമാണ്. 8 ഡിവൈഡ് ബൈ 12 9 ഡിവൈഡ് ബൈ 12 ദിവസമായതുകൊണ്ട് 365 ദിവസമാണ് ഒരു വർഷം. 146 ദിവസം ഡിവൈഡ് ബൈ 365. ഇനി 55 ദിവസത്തിനാണെങ്കിലോ 55 ഡിവൈഡ് ബൈ 365. ഓക്കെ, ഇനി ഇതെങ്ങനെ വെട്ടിച്ചെറുതാക്കും? ഒരു 0 വെട്ടിപ്പോയി. 10 കൊണ്ട് 2 കൊണ്ട് വെട്ടാലോ? 2 കൊണ്ട് വെട്ടുമ്പോൾ ഇവിടെ 73. 2 കൊണ്ട് വെട്ടുമ്പോൾ 5 വട്ടം. സോറി. ദെൻ 73 വന്നു കഴിഞ്ഞാൽ നമുക്ക് നോക്കി 73 ഇൻറ്റു 5 73 ഇൻറ്റു 5 70 ഇൻറ്റു 5 350. 3 ഇൻറ്റു 5 15 350 15 365. അപ്പോൾ 73 കൊണ്ട് ഇതിനെ വെട്ടാം. 5 വട്ടം പോകും. ഇനി എന്തൊക്കെയുണ്ട്? 625 ഇൻറ്റു 14 മേലുണ്ട് ഡിവൈഡ് ബൈ 5 ഇൻറ്റു 5 25.
625 × 14 ÷ 25. 625ഉം 25 നമുക്ക് ക്യാൻസൽ ചെയ്യാം. കാരണം 25ന്റെ സ്ക്വയർ ആണ് 625, അല്ലെങ്കിൽ 25 × 25 ആണ് എന്ത് 625. അപ്പോൾ ഒരു 25 നമ്മൾ വെട്ടിക്കളഞ്ഞു. ഇനി എന്തെങ്കിലും ഉണ്ടോ? മേലെ ഒരു 25 ഉണ്ട്, താഴെ ഒരു 14 × 14 ഉണ്ട്. സോറി, താഴെയല്ല, × 14 ഉണ്ട്. 25 × 14 കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 146 ദിവസത്തേക്കുള്ള പലിശ കിട്ടും. അപ്പോൾ നോക്കി, 25 × 14 ചെയ്യുമ്പോൾ 25 × 10 ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണ്? 250 ആണ്. 4 × 25 ചെയ്താൽ എത്രയാണ്? 4 × 25 100 ആണ്. 250 100ഉം 350 എന്ന് കിട്ടും. 25 × 14, 25 × 10, 25 × 10 250, 25 × 4 100, 250 100ഉം 350 എന്ന് കിട്ടും. ഓക്കെ ആണോ? കാൽക്കുലേഷൻസ് ഓക്കെ ആണോ? ഫാസ്റ്റായി പോകുന്നുണ്ടോ? ഒന്ന് പോസ് അടിച്ച് കണ്ടുപോവുക കേട്ടോ. ഓക്കെ, നാലാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയേ. 68,000 രൂപയ്ക്ക് 16.2/3%, 16.2/3% പലിശ നിരക്കിൽ 9 മാസത്തേക്ക് എത്ര രൂപ പലിശയായി കിട്ടും? 68,000 രൂപയ്ക്ക് 16.2/3% പലിശ നിരക്കിൽ 9 മാസത്തേക്ക് എത്ര രൂപ പലിശയായി കിട്ടും എന്നാണ് ചോദിച്ചത് അല്ലേ? ഇതും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ? എത്രയാണ്? 68,000 രൂപയാണ്. 68,000 രൂപയാണ്. പി കിട്ടിയിട്ടുണ്ട്. ആർ എത്രയാണ്? 16.2/3%. എത്ര മാസത്തേക്കാണ്? എൻ കിട്ടിയിട്ടുണ്ട് 9 മാസം എന്നല്ലേ പറഞ്ഞ? മാസം 9 മാസത്തേക്ക് എന്നല്ലേ പറഞ്ഞേ? പി അറിയാം, ആർ അറിയാം, എൻ അറിയാമെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി കണ്ടുപിടിച്ചൂടെ? അപ്പൊ ഇവിടെ നോക്കുമ്പോൾ ചിലവർക്ക് എങ്കിലും ചെറിയൊരു പ്രശ്നം ഉണ്ടാവില്ല അല്ലേ? ആർ എന്താണ് ഇങ്ങനെ തന്നിട്ടുള്ളത്? ഇതെന്താണ്? മിശ്ര ഭിന്നത്തിലാണ്, അല്ലെങ്കിൽ മിക്സഡ് ഫ്രാക്ഷനിലാണ്. 16.2/3%. ഈ 16.2/3% എങ്ങനെ മാറ്റാം? ഞാനിങ്ങനെ വെറുതെ വരച്ചെന്നുള്ളൂ കേട്ടോ, ഇവിടെ എഴുതിയാൽ മതിയായിരുന്നു. ഓക്കെ, 16.2/3% എന്ന് പറഞ്ഞാൽ എങ്ങനെ മാറ്റാം? ഇത് മിക്സഡ് ഫ്രാക്ഷൻ ആണ്. മിക്സഡ് ഫ്രാക്ഷനെ സാധാരണ ഫ്രാക്ഷനിലേക്ക് എങ്ങനെ മാറ്റാം? 16 + 2/3 എന്ന് എഴുതുന്നു. 16 + 2/3 എന്ന് എഴുതുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 16 × 3 48 + 2 48ഉം 2ഉം 50. 50/3% എന്ന് എഴുതി കൂടെ? എങ്ങനെ മാറ്റും? 4/1/3 എങ്ങനെ മാറ്റും? 4/1/3 മാറ്റാൻ 4 + 1/3, 4ഉം 3ഉം ഗുണിക്കുന്നു 12 + 1 താഴെ എന്താണ്? 3 അല്ലേ? 12 3ഉം 13, 13/3 എന്ന് കിട്ടുന്നു. 16 + 2/3 എങ്ങനെ മാറ്റും? ക്രോസ് ചെയ്യുന്നു. 16 × 3 48, 48 × 2 50, 50/3 എന്ന് കിട്ടുന്നു. ഓക്കെ ആണോ? അപ്പോൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്ര കിട്ടി? 50/3% എന്ന് കിട്ടി. ഇനി ഡയറക്റ്റ്ലി ക്വസ്റ്റ്യൻ അല്ലേ? ഒന്ന് കൊടുത്തു നോക്കി. I = 68,000 ഉണ്ട്. 68,000 ഇൻറ്റു എത്ര ശതമാനമാണ്? 50/3%. 50/3 / 100 ശതമാനമല്ലേ? ഇൻറ്റു എത്ര മാസത്തേക്കാണ്? 9 മാസത്തേക്കാണ്. 9/12. ഈ എഴുതിയത് ഓക്കെ ആണോ? 68,000 രൂപ. പി ആർ എന്ന് പറഞ്ഞാൽ 50% 50/3/100. എത്ര മാസത്തേക്കാണ്? 9 മാസത്തേക്കാണ്. ഒരു മാസം എന്ന് പറഞ്ഞാൽ 12, ഒരു വർഷം എന്ന് പറഞ്ഞാൽ 12 മാസമാണ്. 9 മാസത്തിന്റെ പലിശ എന്ന് പറഞ്ഞാൽ 9/12 ആണ്. ഇത്രയും കാര്യങ്ങൾ ഒക്കെയാണോ എഴുതിയത്? ഇനി വെട്ടിച്ചെറുതാക്കി ആൻസറിലേക്ക് പോകണം അല്ലേ? 68,000 ഇൻറ്റു 50/3 ഹരിക്കണം 100 എന്ന് പറയുമ്പോൾ എന്താണ്? ഈ 100ന്റെ 100/1 അല്ലേ? 100 എന്ന് പറഞ്ഞാൽ വ്യുൽക്രമം എടുത്ത് റെസിപ്രോക്കൽ എടുത്ത് എന്ത് ചെയ്താൽ മതി? ഗുണിച്ചാൽ മതി അല്ലേ? 50/3 ഇൻറ്റു 1/100 ഇൻറ്റു 9/12. ഇനി നമുക്ക് വെട്ടിച്ചെറുതാക്കി കൂടെ? വെട്ടിച്ചെറുതാക്കാൻ വളരെ ഈസിയാണ്. 2 0 കട്ട് ചെയ്തു പോയി. 3ഉം വെട്ടിയത്, അല്ലെങ്കിൽ 3 ഇത് വെട്ടുമ്പോൾ 3/4 എന്ന് കിട്ടും. 3 കൊണ്ട് വെട്ടുമ്പോൾ 3 4 12. ഓക്കെ, ദെൻ ഈ 3ഉം കട്ടാക്കി. 4 കൊണ്ട് ഇവിടെ കട്ടാക്കുമ്പോൾ 680 കട്ടാക്കാലോ? ഒരു വട്ടം ശിഷ്ടം 2, 28 7 വട്ടം 4 7 28 0. ഓക്കെ, 170 എന്ന് കിട്ടും. ഇനി എന്തെങ്കിലും ഉണ്ടോ? 170. ഇനി ഒന്നുമില്ലല്ലോ, എല്ലാം കട്ടായി പോയില്ലേ? സോ 170 × 50 എന്ന് കിട്ടും.
170 × 50 എന്ന് കിട്ടും. 170 × 50 എങ്ങനെ ചെയ്യും? 17 × 5 ചെയ്താൽ മതിയല്ലേ? 17 × 5 ചെയ്യുന്നു, 2 0 കൊടുക്കുന്നു. 17 × 5 ചെയ്യുന്നു, 2 0 കൊടുക്കുന്നു. 10 × 5 50, 7 × 5 35, 50 35 85, 2 0 കൂടി കൊടുത്താൽ 8500 എന്ന് കിട്ടും. ഓക്കെ ആണോ? അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കി. ഒരാൾ 8% നിരക്കിൽ സാധാരണ പലിശ നൽകുന്ന ഒരു ബാങ്കിൽ ഒരു നിശ്ചിത തുക നിക്ഷേപിക്കുന്നു. വർഷാവസാനം 208 രൂപ പലിശയായി ലഭിച്ചു എങ്കിൽ നിക്ഷേപിച്ച തുക എത്ര? ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയുന്നുണ്ട്. ഒരാൾ 8% നിരക്കിൽ സാധാരണ പലിശ നൽകുന്ന ഒരു ബാങ്കിൽ ഒരു നിശ്ചിത തുക നിക്ഷേപിക്കുന്നു. വർഷാവസാനം 208 രൂപ പലിശയായി ലഭിച്ചു എങ്കിൽ നിക്ഷേപിച്ച തുക എത്ര? ഒരു ബാങ്കിൽ എന്താണ് അയാൾ എത്രയോ തുക കൊണ്ടേ നിക്ഷേപിക്കുന്നുണ്ട്. നമുക്കറിയോ എത്ര തുകയാണ് നിക്ഷേപിച്ചത്? നമുക്കറിയില്ല. പലിശയായിട്ട് നമുക്ക് എന്ത് കിട്ടി? 208 രൂപ കിട്ടി. എത്ര ശതമാനം പലിശ നിരക്കിലാണ് നിക്ഷേപിച്ചത്? 8% പലിശ നിരക്കിലാണ് നിക്ഷേപിച്ചത്. എത്ര വർഷത്തേക്കാണ്? അവിടെ നോക്കുമ്പോൾ ഒരു ചെറിയ കൺഫ്യൂഷൻ കാണാം. വർഷാവസാനം എന്ന് പറഞ്ഞാൽ 1 വർഷമാണ്, അല്ലാണ്ട് വേറെ എന്തെങ്കിലും ഇവിടെ പറയുന്നുണ്ടോ? ഇത്രയും കാര്യങ്ങൾ അറിയാമെങ്കിൽ നമുക്ക് പി കണ്ടുപിടിക്കാം അല്ലേ? പി എങ്ങനെ കണ്ടുപിടിക്കും? 208 = P × 1 × 8/100 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് കിട്ടും. നിശ്ചിത തുകയായ പ്രിൻസിപ്പൽ എമൗണ്ടായ പി എന്ന് പറഞ്ഞ സാധനം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ? പി കണ്ടുപിടിക്കാൻ പറ്റും, നമ്മൾ ആൻസർ കിട്ടും. ഇങ്ങനെ ചെയ്ത് വന്ന് ആൻസർ ചെയ്യാൻ വളരെ ഈസിയാണ്. അല്ലെങ്കിൽ നോക്കിയേ നമുക്ക് എന്താണ്? നമ്മളൊരു എത്രയോ തുക നിക്ഷേപിക്കുന്നു. എത്രയോ തുക നമ്മുടെ കയ്യിലുണ്ട്, അതൊരു ബാങ്കിൽ കൊണ്ടുപോയി നിക്ഷേപിക്കുന്നു. അപ്പോൾ ബാങ്കിലെ ചങ്ങായി പറയാണ് നമ്മളോട് 8% പലിശ തരാം നിങ്ങൾക്ക് എന്ന്. ഒരു വർഷം 8% പലിശ തരാമെന്ന് പറയാണ്. ഒരു വർഷം 8% പലിശ തരാമെന്ന് പറയാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന പലിശ എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്പർ ഓഫ് ഇയേഴ്സിനെ വർഷത്തെ പലിശ നിരക്ക് കൊണ്ട് ഗുണിച്ച അത്രയും ശതമാനം പലിശയാണ് നമുക്ക് ഒരു വർഷം കിട്ടുന്നത്. നമ്പർ ഓഫ് ഇയേഴ്സിനെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൊണ്ട് ഗുണിച്ച അത്രയും ശതമാനം പലിശ. 1 × 8 പലിശയാണ് നമുക്ക് ഒരു വർഷം കഴിഞ്ഞാൽ കിട്ടുന്നത്. ആ ഈ 8% എന്ന് പറഞ്ഞാൽ 208 ആണ്. 8% എന്ന് പറഞ്ഞാൽ 208 ആണ്. 8% 208 ആണെങ്കിൽ നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും? 100% ആയിരിക്കും. മൊത്തം തുക എന്ന് പറഞ്ഞാൽ, നിശ്ചിത തുക എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഫുൾ എമൗണ്ട് എന്ന് പറഞ്ഞാൽ, നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന തുക എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 100% ആയിരിക്കും. 8% 208 ആണ് നമുക്കറിയാമെങ്കിൽ 100% നമുക്ക് കണ്ടുപിടിച്ചൂടെ? 100% എത്രയാണെന്ന് കണ്ടുപിടിച്ചാൽ പോരെ? വല്ല ഇക്വേഷൻ നമുക്ക് ഓർത്ത് വയ്ക്കേണ്ട കാര്യമുണ്ടോ? 8% നമുക്കറിയാലോ, 208. അങ്ങനെയാണ് 100% കണ്ടുപിടിച്ചാൽ പോരെ? എന്ത് ചെയ്യും? സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ക്രോസ് ചെയ്യുന്നു. 8% 208 ആണ്, 100% നമുക്കറിയില്ല. ഇവിടെ ശതമാനം എഴുതി കഴിഞ്ഞാൽ ഇവിടെ അടുത്തതിലും ശതമാനം തന്നെ ആയിരിക്കണം. അല്ലാണ്ട് ശതമാനം ഒന്നിൽ ഇവിടെ എഴുതി ശതമാനം ഇവിടെ എഴുതി കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോവും. ഇവിടെ ശതമാനം എഴുതിയാൽ ഈ ഭാഗത്ത് മൊത്തം ശതമാനമായിരിക്കണം, ഈ ഭാഗത്ത് മൊത്തം തുകയായിരിക്കണം. അപ്പോൾ 8% നമുക്കറിയാം, 208. 100% നമുക്കറിയോ? ഇല്ല. ക്വസ്റ്റ്യൻ മാർക്ക് കൊടുക്കുന്നു, ക്രോസ് ചെയ്യുന്നു. ദെൻ എന്താണ്? ക്വസ്റ്റ്യൻ മാർക്ക് എവിടെയാണോ വരുന്നത് അത് താഴെയാണ് കൊടുക്കേണ്ടത്. 100 × 208 / 8 ചെയ്യുന്നു. ദെൻ 8 കൊണ്ട് നമുക്ക് വെട്ടാലോ? 8 കൊണ്ട് വെട്ടുമ്പോൾ 2 വട്ടം. വീണ്ടും എന്താണ്? ശിഷ്ടം 4. 2 × 8 16, ശിഷ്ടം 4 48. 48 എത്ര വട്ടം പോകും? 48 6 വട്ടം, 26. ഓക്കെ, 6 8 48. 100 × 26 2600 എന്ന് കിട്ടും. ഇവിടെ കൊടുത്തു കഴിഞ്ഞാലും അതേ ആൻസർ തന്നെയാണ് കിട്ടുക. ഈ ഇക്വേഷൻ ഒന്നും ഓർമ്മയില്ലെങ്കിൽ കൂടി നമുക്ക് എന്താണ്? ബേസിക്കായ കാര്യങ്ങൾ അറിയാമെങ്കിൽ, ശതമാനം അറിയാമെങ്കിൽ, പലിശ എങ്ങനെയാണ് കണക്കാക്കുന്നത് എന്ന് അറിയാമെങ്കിൽ ഇവിടുന്ന് പിടിച്ചു പോകാവുന്നതേ ഉള്ളൂ. അപ്പോൾ പലിശ എപ്പോഴും ഓർത്ത് വയ്ക്കുക. പലിശ എപ്പോഴും എന്താണ്? നമ്പർ ഓഫ് ഇയേഴ്സിനെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൊണ്ട് ഗുണിച്ച അത്രയും ശതമാനം പലിശ കിട്ടും. നമ്പർ ഓഫ് ഇയേഴ്സിനെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൊണ്ട് ഗുണിച്ച അത്രയും ശതമാനം പലിശ കിട്ടും. നമ്പർ ഓഫ് ഇയേഴ്സിനെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൊണ്ട് ഗുണിച്ച അത്രയും ശതമാനം പലിശ കിട്ടും. ഒരു വർഷം 8% പലിശ നിരക്കിൽ നിക്ഷേപിച്ചാൽ നമുക്ക് ഒരു വർഷം കിട്ടുന്ന പലിശ എന്ന് പറഞ്ഞാൽ 8%. ആ 8% ക്വസ്റ്റിൽ തന്ന 208 എന്ന് പറഞ്ഞാൽ 8% 208 ആണെങ്കിൽ 100% കണ്ടുപിടിക്കാൻ നമുക്കറിയാലോ. സാധാരണ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ക്രോസ് ചെയ്യുന്നു. ക്വസ്റ്റ്യൻ മാർക്ക് എവിടെയാണോ വരുന്നത് അത് താഴെ കൊടുക്കുന്നു. 8% 208, 100% 2600 ആയിരിക്കും. ഓക്കെ അല്ലേ? ആറാമത്തെ ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. 1 രൂപയ്ക്ക് ഒരു മാസം 1 പൈസ പലിശ നൽകണമെങ്കിൽ പലിശ നിരക്ക് എത്ര? പ്രീവിയസ് ആയി ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്.
ഒരു രൂപയ്ക്ക് ഒരു മാസം ഒരു പൈസ പലിശ നൽകണമെങ്കിൽ പലിശ നിരക്ക് എത്രയായിരിക്കും? പലിശ നിരക്കിനെ പറ്റിയൊരു ബേസിക്കായ ധാരണ ഉണ്ടായിരിക്കണം. ഈ പൈസ എന്ന് കേൾക്കുമ്പോൾ പൈസയും രൂപയും തമ്മിലുള്ള കൺഫ്യൂഷൻ, ഒരു മാസത്തിൻ്റെ കൺഫ്യൂഷൻ, എല്ലാതും കൂടി എന്താണ് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ കുറച്ച് പേർക്കെങ്കിലും ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. ക്വസ്റ്റ്യൻ ഒന്നും കൂടി വായിച്ചേ. ഒരു രൂപയ്ക്ക് ഒരു മാസം ഒരു പൈസ പലിശ നൽകണമെങ്കിൽ പലിശ നിരക്ക് എത്രയായിരിക്കണം? ഒരു രൂപയ്ക്ക് ഒരു മാസം എന്താണ് പലിശയായിട്ട് ഒരു പൈസയാണ് നൽകുന്നത്. ഒരു രൂപയ്ക്ക് ഒരു മാസം ഒരു പൈസ പലിശ നൽകണമെങ്കിൽ പലിശ നിരക്ക് എത്രയായിരിക്കുമെന്നാണ് ചോദ്യം. ഈ പൈസയും രൂപയും വന്നപ്പോൾ എന്തായി? കൺഫ്യൂഷൻ ആയല്ലേ? അപ്പോൾ ഒന്ന് രൂപയിലേക്ക് മാറ്റാൻ ഏറ്റവും ഈസിയായ പരിപാടി, ഒരു രൂപയ്ക്ക് ഒരു മാസം ഒരു പൈസയാണ് പലിശ നൽകുന്നത്. അപ്പോൾ 10 രൂപയ്ക്ക് എന്തായിരിക്കും? 10 രൂപയ്ക്ക് ഒരു മാസം എന്തായിരിക്കും പലിശ? 10 പൈസയായിരിക്കും. 10 പൈസ അല്ലേ? ദെൻ 100 രൂപയ്ക്ക് എന്തായിരിക്കും? 100 രൂപയ്ക്ക് ഒരു മാസം കിട്ടുന്ന പലിശ എന്ന് പറഞ്ഞാൽ 100 പൈസയായിരിക്കും. 100 പൈസ എന്ന് പറഞ്ഞാൽ 1 രൂപയല്ലേ? ഇപ്പം എന്തായി? 2 രൂപയിലേക്ക് തന്നെ വന്നില്ലേ? അതായത് 1 രൂപയ്ക്ക് ഒരു മാസം ഒരു പൈസ പലിശ കിട്ടുന്നുവെങ്കിൽ 100 രൂപയ്ക്ക് ഒരു മാസം കിട്ടുന്ന പലിശ 1 രൂപയായിരിക്കും. 100 പൈസ എന്ന് പറഞ്ഞാൽ 1 രൂപയല്ലേ? 100 പൈസ എന്ന് പറഞ്ഞാൽ 1 രൂപയല്ലേ? അപ്പോൾ 100 രൂപയ്ക്ക് ഒരു മാസം കിട്ടുന്ന പലിശ 1 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ ഇത് ഒരു മാസത്തിൻ്റെ അല്ലേ? പലിശ നിരക്ക് എപ്പോഴും എന്താണ്? വാർഷികമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. ഒരു വർഷത്തേക്ക് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എപ്പോഴും റേറ്റ് പെർസെൻറ്റേജ് പെർ ആനം എന്ന് പറഞ്ഞ പോലെ റേറ്റ് പെർസെൻറ്റേജ് പെർ ആനം ഒരു വർഷത്തേക്കുള്ള പലിശയാണ് 8%. അപ്പോൾ ഒരു മാസത്തേക്ക് 1 രൂപ പലിശയായി കിട്ടുന്നു എന്ന് പറഞ്ഞാൽ 12 മാസമല്ലേ ഒരു വർഷം? 12 മാസത്തേക്ക് പലിശ എന്തായിരിക്കും? 12 മാസത്തേക്ക് 12 രൂപ കിട്ടും. 100 രൂപയ്ക്ക് 12 മാസത്തേക്ക് ഒരു വർഷത്തേക്ക് 12 രൂപ പലിശയായിട്ട് കിട്ടും. 100 രൂപ ഇടുന്നു, ഒരു വർഷം കൊണ്ട് 12 രൂപ കിട്ടുന്നു എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്തായിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്കി. വല്ല ബുദ്ധിമുട്ടുണ്ടോ? 100 ആയതുകൊണ്ട് തന്നെ 100ന്റെ എത്ര ശതമാനമാണ്? 12% തന്നെയല്ലേ? ഇത്രയും കാര്യങ്ങൾ ഓക്കെയാണോ? വെറുതെ എഴുതിയാൽ മാത്രം മതി. ചിലവർക്ക് എന്താണ് ഈ സ്റ്റെപ്പും ആവശ്യം ഉണ്ടാവില്ല. ഇവിടുന്ന് നേരെ എന്താണ് ഇങ്ങോട്ട് വന്നു, ഇങ്ങോട്ട് വന്നു 12%. ആൻസർ ആയി. എത്രയോ സെക്കൻഡ്സിനുള്ളിൽ ആൻസർ ആയല്ലേ? ഈ പൈസ കൺഫ്യൂഷൻ ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറഞ്ഞു പോയത്. 1 രൂപ ഒരു മാസം ഒരു പൈസ. അങ്ങനെയാണെങ്കിൽ 100 രൂപ ഒരു മാസം 1 രൂപ പലിശയായിട്ട് കിട്ടും. പലിശയായി കിട്ടും. 100 രൂപയ്ക്ക് ഒരു മാസം 1 രൂപ പലിശയായി കിട്ടുന്നു എന്ന് പറഞ്ഞാൽ 100 രൂപയ്ക്ക് 12 മാസം ഒരു വർഷം കൊണ്ട് കിട്ടുന്നത് 12 രൂപയാണ് പലിശയായിട്ട്. 100 രൂപയ്ക്ക് 12 രൂപ പലിശയായി കിട്ടുന്നു എന്ന് പറഞ്ഞാൽ റേറ്റ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ പലിശ നിരക്ക് എപ്പോഴും വാർഷികപരമായിട്ടാണ് കണക്കാക്കുക. 100 രൂപയ്ക്ക് ഒരു വർഷത്തേക്ക് കിട്ടുന്ന തുക എത്രയായിരിക്കും? ഇത്ര രൂപയ്ക്ക് ഒരു വർഷത്തേക്ക് കിട്ടുന്ന പലിശ നിരക്ക് എത്രയാണ്? അപ്പോൾ വാർഷികപരമായിട്ടാണ് പലിശ കണക്കാക്കുന്നത്. 100 രൂപയ്ക്ക് 12 രൂപ കിട്ടിയെന്ന് പറഞ്ഞാൽ 12% പലിശ നിരക്ക്. ഓക്കെ ആണല്ലോ? 7ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. 2400 രൂപയ്ക്ക് 2 വർഷത്തെ പലിശ 384 രൂപയാണെങ്കിൽ പലിശ നിരക്ക് എത്രയായിരിക്കും? 2400 രൂപയ്ക്ക് 2 വർഷത്തേക്ക് പലിശ 384 രൂപയാണെങ്കിൽ പലിശ നിരക്ക് എന്തായിരിക്കും? ഇവിടെ നമുക്ക് പി തന്നിട്ടുണ്ട് 2400 അല്ലേ? 2400. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നമുക്കറിയില്ല. എത്ര വർഷത്തേക്കാണ്? n തന്നിട്ടുണ്ട് 2 വർഷം എന്ന് തന്നിട്ടുണ്ട്. ദെൻ I = പലിശ എത്ര തന്നിട്ടുണ്ട്? 384 എന്ന് തന്നിട്ടുണ്ട്. ഇക്വേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? വളരെ ഈസി ആയിട്ട് ഇതിൻ്റെ ആൻസർ കിട്ടും. കാൽക്കുലേറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ആൻസർ കിട്ടും. ഇനി ഇക്വേഷൻ ഒന്നും ഓർമ്മയില്ലെങ്കിൽ കൂടി നമുക്ക് ഇതിൻ്റെ ആൻസർ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കാം? നോക്കിയേ, 2 വർഷത്തേക്കാണ് പലിശയായിട്ട് 384 രൂപ കിട്ടുന്നത്. സാധാരണ പലിശ നിരക്ക് എന്ന് പറയുമ്പോൾ സാധാരണ പലിശയിലാണ് നിക്ഷേപിക്കുന്നത് എങ്കിൽ എല്ലാ വർഷവും പലിശ തുല്യമായിരിക്കും. ആദ്യത്തെ വർഷം 100 രൂപ കിട്ടിക്കഴിഞ്ഞാൽ രണ്ടാമത്തെ വർഷം 100 രൂപ തന്നെ കിട്ടും, മൂന്നാമത്തെ വർഷം 100 രൂപ തന്നെ കിട്ടും, നാലാമത്തെ വർഷം 100 രൂപ തന്നെ കിട്ടും, അഞ്ചാമത്തെ വർഷം 100 രൂപ തന്നെ കിട്ടും. അപ്പോൾ 2 വർഷം കൊണ്ട് 384 രൂപ കിട്ടി എന്ന് പറഞ്ഞാൽ ഒരു വർഷം കൊണ്ടാണ് ഇതിൻ്റെ നേരെ പകുതിയായ 192 രൂപയായിരിക്കും ഒരു വർഷം കൊണ്ട് കിട്ടിയ പലിശ എന്ന് പറഞ്ഞാൽ. ഒന്നാമത്തെ വർഷം 192 രൂപ കിട്ടുന്നു, രണ്ടാമത്തെ വർഷം 384 രൂപ കിട്ടുന്നു, മൂന്നാമത്തെ വർഷം എന്താണ് ഈ 384 കൂടെ 192 രൂപയും കൂട്ടി കിട്ടും. അപ്പോൾ പലിശ എന്ന് പറഞ്ഞാൽ സാധാരണ പലിശ എന്ന് പറഞ്ഞാൽ ഓരോ വർഷവും പലിശ തുല്യമായിരിക്കും. എല്ലാ വർഷവും പലിശ തുല്യമായിരിക്കും. പലിശ എപ്പോഴും സമാന്തര ശ്രേണി പോലെയാണ് പോവുക. 100 രൂപ കിട്ടിയാൽ 100 രൂപ 100 രൂപ 100 രൂപ അങ്ങനെ 100 കൂടിയാണ് പലിശ പോകുന്നത്. 2 വർഷം കൊണ്ട് ഇക്വേഷൻ പ്രകാരം പോയി കഴിഞ്ഞാൽ ഇതിന്റെ ആൻസർ നമുക്ക് കണ്ടുപിടിക്കാം. കാൽക്കുലേഷൻ ഒക്കെ ചെയ്ത് ഇക്വേഷൻ PNR/100 ആണെന്നൊക്കെ അറിയാമെങ്കിൽ ഇതിന്റെ ഇക്വേഷൻ ഡയറക്റ്റ്ലി കണ്ടുപിടിക്കാവുന്നതാണ്. ഇക്വേഷൻ ഒന്നും ഉപയോഗിക്കാണ്ട് തന്നെ എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാൻ.
2 വർഷത്തേക്ക് 384 രൂപ പലിശയായി കിട്ടുന്നു എങ്കിൽ 1 വർഷത്തേക്ക് 192 രൂപ പലിശയായിട്ട് കിട്ടണ്ടേ? എന്നാലല്ലേ സാധാരണ പലിശ ശരിയാവുള്ളൂ. അപ്പോൾ 1 വർഷത്തേക്ക് 192 രൂപ കിട്ടിയെങ്കിൽ ഓക്കെ, നമ്മുടെ കയ്യിൽ 2400 രൂപയുണ്ട്. ഈ 2400 രൂപ കൊണ്ടുപോയിട്ട് എവിടെ ഇടുകയാണ്? ഒരു ബാങ്കിൽ ഒരാൾക്ക് കൊടുക്കുകയാണ്. അയാൾ എന്താണ് 192 രൂപ 1 വർഷം പലിശയായി തന്നു എങ്കിൽ പലിശ നിരക്ക് എത്രയായിരിക്കും? 2400-ന്റെ എത്ര ശതമാനമാണ് 192 നോക്കിയാൽ പോരെ? 2400-ന്റെ എത്ര ശതമാനമാണ് 192? അതെങ്ങനെ നോക്കും? എത്ര ശതമാനമാണ് 2400 താഴെ കൊടുക്കുന്നു, 2400-ന്റെ എത്ര ശതമാനമാണ് 192? 192 മേലെ കൊടുക്കുന്നു, ഇൻറ്റു 100 ചെയ്യുന്നു. 192 ഡിവൈഡ് ബൈ 2400 ഇൻറ്റു 100 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 2400-ന്റെ എത്ര ശതമാനമാണ് 192 എന്ന് കിട്ടും. എത്ര ശതമാനമാണ് നോക്കിയാൽ പോരെ? അതന്നല്ലേ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ. 2 0 വെട്ടിപ്പോയി. 192 ഡിവൈഡ് ബൈ 24 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 8% എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ. ഡയറക്റ്റ്ലി കൊടുത്താലും ഇക്വേഷനിൽ കൊടുത്താലും ഒക്കെ എന്താണ് ഇതേ ആൻസർ കിട്ടും. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. എപ്പോഴും കാണുന്നൊരു ക്വസ്റ്റ്യനാണ്, സിമ്പിളായൊരു ക്വസ്റ്റ്യനാണ്. 6000 രൂപ 12% സാധാരണ പലിശ നിരക്കിൽ ഒരു ബാങ്കിൽ നിക്ഷേപിക്കുന്നു. എത്ര കാലം കൊണ്ട് ഇരട്ടി തുക തിരിച്ചു കിട്ടും? 6000 രൂപ 12% സാധാരണ പലിശ നിരക്കിൽ ഒരു ബാങ്കിൽ നിക്ഷേപിക്കുന്നു. എത്ര കാലം കൊണ്ട് ഇരട്ടി തുക തിരിച്ചു കിട്ടുമെന്നാണ് ചോദിച്ചത്. 6000 രൂപയുണ്ട്. 6000 രൂപ നമ്മളെ കയ്യിലുണ്ട്. അതെന്താണ്? 12% പലിശ നിരക്കിൽ നമ്മൾ നിക്ഷേപിക്കുകയാണ്. എത്ര വർഷം കൊണ്ടാണ് അത് ഇരട്ടിയായി കിട്ടുന്നത്? 6000 രൂപ ഇരട്ടിയായി കിട്ടുക എന്ന് പറഞ്ഞാൽ 12000 രൂപയായിട്ട് നമുക്ക് കിട്ടണ്ടേ? 12000 രൂപയായിട്ട് കിട്ടണ്ടേ? 6000 രൂപ നമുക്ക് ഇരട്ടിയായി കിട്ടിയെന്ന് പറഞ്ഞാൽ 12000 രൂപ നമുക്ക് കിട്ടണ്ടേ? ഈ 12000 രൂപ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളുടെ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? 6000 രൂപയല്ലേ? നമ്മളെ കയ്യിൽ 100 രൂപയുണ്ട്. നമുക്കത് 200 രൂപയായിട്ട് കിട്ടണമെങ്കിൽ 100 രൂപ ബാങ്ക് പലിശയായിട്ട് തരണ്ടേ? 100 രൂപ നമ്മൾ അങ്ങോട്ട് ബാങ്കിൽ കൊടുക്കുന്നു. എത്ര വർഷം കഴിഞ്ഞാൽ 200 രൂപ തരുന്നു, ഇരട്ടിയായി തരുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടിയ പലിശ എന്ന് പറഞ്ഞാൽ 200-ന്ന് 100 പോയാൽ 100 രൂപയാണ് പലിശ. 6000 രൂപയുണ്ട്. നമുക്ക് എന്താണ് ഇരട്ടിയായി കിട്ടണം എന്ന് പറഞ്ഞാൽ 12000 രൂപ കിട്ടണം. 12000 രൂപ കിട്ടിയെന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് ആയിട്ട് പലിശയായിട്ട് നമുക്ക് 6000 രൂപ ബാങ്ക് തരണ്ടേ? അപ്പോൾ നമുക്ക് എന്തൊക്കെ പറയാം? പി അറിയാം, ഐ അറിയാം, ആർ അറിയാം. ഇതിൽ കൊടുത്താൽ പോരെ? 6000 പലിശ ഈക്വൽ ടു നമ്മളുടെ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് എത്രയാണ്? അതും 6000 ആണ്. ഇൻറ്റു എത്ര ശതമാനമാണ്? 12.5% പലിശയ്ക്കാണ് കൊടുക്കുന്നത്. ഇൻറ്റു എത്ര വർഷത്തേക്കാണ്? N. 6000 കട്ടായി പോയി. 100 ഇങ്ങോട്ട് വരുമ്പോൾ എന്തായി? 100 ആയി. അരിക്കണം 100 ഇങ്ങോട്ട് വരുമ്പോൾ ഗുണിക്കണം 100 ആയി. 12.5 ഇൻറ്റു N. N എന്ന് പറഞ്ഞാൽ വർഷമല്ലേ? എത്ര വർഷം എന്ന് കണ്ടുപിടിക്കാൻ 100 ഡിവൈഡ് ബൈ 12.5 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 8 വർഷം എന്ന് കിട്ടും. 8 വർഷം എന്ന് കിട്ടും. ഇരട്ടി എന്ന് പറഞ്ഞാൽ N is equal to 100 ഡിവൈഡ് ബൈ R ചെയ്താൽ മതി. 100 ഡിവൈഡ് ബൈ R ചെയ്താൽ മതി. അപ്പോൾ 3 മടങ്ങാണെങ്കിലോ ഇത് N ആണെങ്കിൽ വർഷമാണെങ്കിലും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടാൽ മതി ട്ടാ. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിടാം. എത്ര വർഷം കൊണ്ടാണ് ഇരട്ടിയാകുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ 100 ഡിവൈഡ് ബൈ R ആണ്. എത്ര ശതമാനം പലിശ നിരക്കിലാണ് അത് ഇരട്ടിയാകുന്നത് ചോദിച്ചു കഴിഞ്ഞാലോ? എത്ര ശതമാനം പലിശ നിരക്കിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് എത്ര ശതമാനം പലിശ നിരക്കിലാണ് അത് ഇരട്ടിയാകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ R is equal to 100 ഡിവൈഡ് ബൈ N ചെയ്താൽ മതി. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് Rഉം കിട്ടും, Nഉം കിട്ടും, വർഷവും കിട്ടും, പലിശ നിരക്കും കിട്ടും. ഇനി 3 മടങ്ങാവുകയാണെങ്കിൽ എന്തായിരിക്കും നമ്മുടെ ഇക്വേഷൻ? N is equal to 3 മടങ്ങാകുന്നു എന്ന് പറഞ്ഞാൽ നമ്മളെ കയ്യിൽ 100 രൂപയുണ്ട്. അത് 3 മടങ്ങാകുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് 300 രൂപയായിട്ട് കിട്ടണ്ടേ? 100 രൂപ നമ്മൾ ബാങ്കിലിട്ട് അത് 300 രൂപയായിട്ട് കിട്ടിയാലല്ലേ 3 മടങ്ങാകുള്ളൂ. അപ്പോൾ 3 മടങ്ങായി കിട്ടണമെങ്കിൽ പലിശയായിട്ട് നമുക്ക് എത്ര രൂപ തരണം? 200 രൂപ തരണ്ടേ? 100 രൂപ കൊടുത്തിട്ട് 100 രൂപ അങ്ങോട്ട് കൊടുക്കുന്നു. അവർ എത്രയോ വർഷം കഴിഞ്ഞാൽ 300 രൂപ ഇങ്ങോട്ട് തരുന്നു. എന്നാലല്ലേ 3 മടങ്ങായി കിട്ടുള്ളൂ. 3 മടങ്ങായി കിട്ടണമെങ്കിൽ 200 രൂപ അവർ പലിശയായിട്ട് നമുക്ക് തരണ്ടേ? ഇവിടെ നോക്കി, അത് ഇവിടെ കൊടുത്തു വരുമ്പോൾ എന്താവും? 3 മടങ്ങ് എന്ന് പറയുമ്പോൾ 2 into 100 ഡിവൈഡ് ബൈ R ആകും. 4 മടങ്ങ് എന്ന് പറയുമ്പോൾ എന്താകും? 4 മടങ്ങ് എന്ന് പറഞ്ഞാൽ എന്താവും? N is equal to 4 മടങ്ങാണെങ്കിൽ പലിശയായിട്ട് 100 രൂപ ഇടുന്നു. 4 മടങ്ങായിട്ട് നമുക്ക് കിട്ടണമെങ്കിൽ 400 രൂപ കിട്ടണ്ടേ? 100 രൂപ കൊടുത്തിട്ട് 400 രൂപ കിട്ടണമെങ്കിൽ 300 രൂപ പലിശയായിട്ട് വരണ്ടേ? സോ 4 - 1 3 into 100 ഡിവൈഡ് ബൈ R. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും നമ്പർ ഓഫ് ഇയേഴ്സും അങ്ങോട്ടും ഇങ്ങോട്ടും മറച്ചും തിരിച്ചും ചോദിക്കാട്ടാ. അപ്പോൾ ബേസിക് ആയിട്ടൊരു കോമൺ ആയിട്ടൊരു ഇക്വേഷൻ ഉണ്ട്. R is equal to N - 1 into 100 ഡിവൈഡ് ബൈ T എന്ന് പറയും വർഷം.
ടി എന്ന് പറഞ്ഞാൽ ഇയേഴ്സ് ആണ്, വർഷമാണ് പറയുന്നത്. നമ്മൾ എന്നാണ് വർഷം പഠിച്ച് വന്നത്. ഇവിടെ ഈ എന്നും എന്നും പറയുമ്പോൾ മാറേണ്ട വെച്ചിട്ടാണ് ടി ആക്കിയത് കേട്ടോ. സോ r is equal to n minus 1 into 100 divided by t. ഈ ക്വസ്റ്റ്യൻ നോക്കിയേ, 6000 രൂപ ഇരട്ടിയായി കിട്ടണമെങ്കിൽ 12% പലിശ നിരക്കിൽ ഇരട്ടിയായി കിട്ടണമെങ്കിൽ എത്ര വർഷം കൊണ്ട് ഇരട്ടിയായി കിട്ടുമെന്ന് വെച്ചത്. 6000 രൂപ 12% പലിശ നിരക്കിൽ നിക്ഷേപിച്ചാൽ എത്ര വർഷം കൊണ്ട് ഇരട്ടിയായി കിട്ടുമെന്നാണ് ചോദിച്ചത്. ഇരട്ടി എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിൽ എന്താണ്, n is equal to 2. 2 minus 1 1 1 divided by 1 ഇത് അങ്ങോട്ട് പോകുമ്പോൾ ടി ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 100 divided by 6 നമുക്കറിയാം 12%. സോ എന്താണ്, 8 വർഷം. 9ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ, ഒരു തുക 12 വർഷം കൊണ്ട് 3 മടങ്ങായി കിട്ടണമെങ്കിൽ എത്ര ശതമാനം പലിശ നിരക്കിൽ നിക്ഷേപിക്കണം? ഒരു തുക, എത്രയാണ് തുക നമുക്കറിയില്ല, അത് 3 മടങ്ങായി കിട്ടണമെങ്കിൽ 12 വർഷം കൊണ്ട് 3 മടങ്ങായി കിട്ടണമെങ്കിൽ എത്ര ശതമാനം പലിശ നിരക്കിൽ നിക്ഷേപിക്കണം എന്നാണ് ചോദിച്ചത്. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് r ആണ്. r കണ്ടുപിടിക്കാൻ നമുക്കറിയാം n-1 into 100 divided by എന്താണ്, t or n ഇട്ട ഞാൻ t കൊടുക്കുകയാണേ. അപ്പം നോക്കിയേ, 3 മടങ്ങാകാനാണ്. 3 മടങ്ങാകാൻ 12 വർഷം കൊണ്ട് 3 മടങ്ങാകാൻ എത്ര ശതമാനം പലിശ നിരക്കിൽ നിക്ഷേപിക്കണം? 3 മടങ്ങ് എന്ന് പറയുമ്പോൾ 3 - 1 into 100. എത്ര വർഷം കൊണ്ടാണ്? 12 വർഷം കൊണ്ടാണ് 3 മടങ്ങാകേണ്ടത്. സോ എന്ത് കിട്ടും? 2 - 1 3 - 1 2 2 into 100 divided by 12 എന്ന് കിട്ടും. സോ എത്ര കിട്ടും? 200 divided by 12 എന്ന് കിട്ടും. എത്ര കിട്ടും? 100 divided by 6 is equal to 50 divided by 3 is equal to 16 2/3%. ഇതിനെ എങ്ങനെ മിക്സഡ് ഫ്രാക്ഷനിലേക്ക് മാറ്റാം? 50നെ 3 കൊണ്ട് ഹരിക്കുന്നു. എത്ര വട്ടം പോകും? 16 വട്ടം പോകും. 16 × 3 48. ശിഷ്ടം 2. 16 എഴുതി കിട്ടി, അരണഫലം എഴുതി 16 എഴുതി, ശിഷ്ടം എഴുതി. ശിഷ്ടത്തിനെ വീണ്ടും 3 കൊണ്ട് ഹരിക്കണ്ടേ? 16 2/3% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ. അതായത് നമ്മൾ എത്ര തുകയാണോ ഇട്ടത് അത് 12 വർഷം കൊണ്ട് 3 മടങ്ങാകണമെങ്കിൽ 16 2/3% പലിശ നിരക്കിൽ നിക്ഷേപിച്ചാൽ മാത്രമേ 12 വർഷം കൊണ്ട് അത് 3 മടങ്ങായിട്ട് നമുക്ക് തിരിച്ചു കിട്ടുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ഒരു തുക സാധാരണ പലിശ നിരക്കിൽ 6 വർഷം കൊണ്ട് ഇരട്ടിയാകുമെങ്കിൽ എത്ര വർഷം കൊണ്ട് 4 മടങ്ങാകും? ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ചെറിയൊരു കൺഫ്യൂഷൻ തോന്നാം. ക്വസ്റ്റ്യൻ ഒന്നും കൂടി പറയുന്നുണ്ട്. ഒരു തുക സാധാരണ പലിശ നിരക്കിൽ 6 വർഷം കൊണ്ട് ഇരട്ടിയാകും. 6 വർഷം കൊണ്ട് ഇരട്ടിയാകും. 6 വർഷം കൊണ്ട് ഇരട്ടി 2 മടങ്ങാകും. ദെൻ അങ്ങനെയാണെങ്കിൽ എത്ര വർഷം കൊണ്ട് 4 മടങ്ങാകും എന്നാണ് ക്വസ്റ്റ്യൻ അല്ലേ? എത്ര വർഷം കൊണ്ട് 4 മടങ്ങാകും? നോക്കി, ക്വസ്റ്റ്യൻ കാണുമ്പോൾ നേരെ മടങ്ങ് എന്നൊക്കെ പറയുമ്പോൾ മറ്റേ ഇക്വേഷനിൽ കൊടുക്കാനും മറ്റേ തരത്തിൽ പോകാനൊക്കെ ചിന്തിക്കും. ഇവിടെ എന്താണ്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനെ പറ്റി മെൻഷൻ ചെയ്യുന്നേ ഇല്ല അല്ലേ? ഒരു തുകയുണ്ട്, അതെന്താണ്, 6 വർഷം കൊണ്ട് 2 മടങ്ങാകും. അതേ തുക തന്നെ എത്ര വർഷം കൊണ്ട് 4 മടങ്ങാകും എന്നാണ് ചോദിച്ചത്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനെ പറ്റിയൊന്നും പറയുന്നില്ല. അപ്പോൾ മറ്റേ രീതിക്കോ മറ്റേ ഇക്വേഷനിലോ ഒന്നും കൊടുത്തിട്ട് കാര്യമില്ല അല്ലേ? നോക്കി, നമ്മുടെ കയ്യിൽ ഒരു 100 രൂപ ഉണ്ടെന്ന് വിചാരിച്ചോ. ഏറ്റവും സാധാരണ പലിശ നിരക്കിലാണെങ്കിലും പേഴ്സൻറ്റേജിലാണെങ്കിലും ഒക്കെ 100 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി കൈകാര്യം ചെയ്യാൻ, അങ്ങോട്ടും ഇങ്ങോട്ടും പേഴ്സൻറ്റേജ് ആണെങ്കിലും ഇരട്ടിയാക്കാനും ഒക്കെ സുഖമാണ്. അപ്പോൾ ബേസിക്കായിട്ട് 100 രൂപ നമ്മൾ കൺസിഡർ ചെയ്യാണ്. നമ്മുടെ കയ്യിലൊരു 100 രൂപയുണ്ട്. അതെന്താണ്, 6 വർഷം കൊണ്ട് ഇരട്ടിയാകുന്നു എന്ന് പറഞ്ഞാൽ 6 വർഷം കൊണ്ട് 200 രൂപയാകുന്നു. 6 വർഷം കൊണ്ട് നമുക്ക് 200 രൂപയാകുന്നു. ഇതൊക്കെയാണോ? 100 രൂപ നമ്മുടെ കയ്യിലുണ്ട്, അതൊരു ബാങ്കിലിട്ട് കഴിഞ്ഞാൽ 6 വർഷം കൊണ്ട് 200 രൂപയായിട്ട് നമുക്ക് തിരിച്ചു കിട്ടും. അതല്ലേ ഇതിനർത്ഥം? അങ്ങനെയാണെങ്കിൽ ഈ 6 വർഷം കൊണ്ട് നമുക്ക് കിട്ടുന്ന പലിശ എന്ന് പറഞ്ഞാൽ എന്താണ്? 100 രൂപയല്ലേ? 100 രൂപ നമ്മൾ ഇട്ടു. 100 രൂപ നമ്മുടെ കയ്യിലുള്ള പൈസയാണ്. ആ 100 രൂപ ബാങ്കിലിട്ട് 6 വർഷം കഴിഞ്ഞപ്പോൾ നമുക്ക് 200 രൂപയായിട്ട് കിട്ടി. 200 രൂപയായിട്ട് കിട്ടിയെങ്കിൽ 100 രൂപ പലിശയായിട്ട് ബാങ്ക് തരണ്ടേ? അപ്പോൾ നമ്മളെ കയ്യിലുള്ള 100 രൂപയും ഈ 100 രൂപ പലിശയും കൂട്ടിയാണ് ടോട്ടൽ 200 രൂപ എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ 6 വർഷം കൊണ്ട് എന്താണ്, 100 രൂപ പലിശയായിട്ടാണ് കിട്ടുന്നത്. 6 വർഷം കൊണ്ട് 100 രൂപയെ കിട്ടുന്നുള്ളൂ. ദെൻ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? എത്ര വർഷം കൊണ്ട് 4 മടങ്ങാകും എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. എത്ര വർഷം കൊണ്ട് 4 മടങ്ങാകും? 4 മടങ്ങാകാൻ ഇതേ 100 രൂപ 4 മടങ്ങാകുക എന്ന് പറഞ്ഞാൽ എത്രയോ വർഷം കൊണ്ടാണ്? എത്രയോ വർഷം കൊണ്ട് 4 മടങ്ങാകുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് 400 രൂപയായിട്ട് കിട്ടണ്ടേ? അപ്പോൾ ബാങ്ക് എന്താണ്, ഇൻട്രസ്റ്റ് ആയിട്ട് പലിശയായിട്ട് 300 രൂപ തരണ്ടേ? 100 രൂപ അങ്ങോട്ടിട്ട് ടോട്ടൽ ഇങ്ങോട്ട് 400 രൂപ തരുന്നു എന്ന് പറഞ്ഞാൽ 300 രൂപ പലിശയായിട്ട് ബാങ്ക് തരണ്ടേ? ഈ 300 രൂപ പലിശ കിട്ടാൻ എത്ര വർഷം എടുക്കുമെന്ന് നോക്കിയാൽ പോരെ? നമുക്കറിയാം 100 രൂപ പലിശ കിട്ടാൻ 6 വർഷം കൊണ്ടാണ് 100 രൂപ കിട്ടുന്നത്. സാധാരണ പലിശയായതുകൊണ്ട് പലിശ എല്ലാ വർഷം തുല്യമായിരിക്കും അല്ലേ? എല്ലാ വർഷം തുല്യമായിരിക്കും. 6 വർഷം കൊണ്ട് 100 രൂപ കിട്ടിയെങ്കിൽ 300 രൂപ കിട്ടാൻ എത്ര വർഷം വേണ്ടി വരും? ഇൻറ്റു 3 ചെയ്താൽ പോരെ? 18 വർഷം, 18 years എന്ന് കിട്ടി. ഇതാണ് ഇതിൻ്റെ ബേസിക് ആയ കൺസെപ്റ്റ് വെച്ച് പോവുകയാണെങ്കിൽ നമുക്ക് എന്താണ്, ഒരു ഇക്വേഷൻ ഉപയോഗിക്കാതെ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ പോവാം.
100 രൂപ ഇടുന്നു, ഇരട്ടിയായി എന്ന് പറഞ്ഞാൽ 200 രൂപയായി. ഈ 200 രൂപ 6 വർഷം കൊണ്ടാണ് ആയത്. അപ്പോൾ 6 വർഷം കൊണ്ട് കിട്ടിയ പലിശ എന്ന് പറഞ്ഞാൽ എന്താണ്? 100 രൂപയാണ്. ഓക്കെ ആണല്ലോ. 100 രൂപ 6 വർഷം കൊണ്ട് 100 രൂപ പലിശയായി കിട്ടുന്നു. ഇനി കണ്ടുപിടിക്കേണ്ട എന്താണ്? ഇതേ 100 രൂപ എത്ര മടങ്ങാകും? 4 മടങ്ങാകാൻ എത്ര വർഷം വേണ്ടി വരും? 100 രൂപ 4 മടങ്ങായി എന്ന് പറഞ്ഞാൽ 400 രൂപയായി. അങ്ങനെയാണെങ്കിൽ പലിശ എന്ന് പറഞ്ഞാൽ 300 രൂപയാണ്. ഈ 300 രൂപ പലിശ ഉണ്ടാക്കാൻ എത്ര വർഷം വേണ്ടി വരും നോക്കിയാൽ പോരെ? 100 രൂപ പലിശ ഉണ്ടാക്കാൻ 6 വർഷം വേണമെങ്കിൽ 300 രൂപ പലിശ ഉണ്ടാക്കാൻ 6 × 3 18 വർഷം പോരെ? 18 വർഷം കൊണ്ട് എന്താവും? 4 മടങ്ങാകും. ഇത്രയും കാര്യങ്ങൾ, ബേസിക്കായ കാര്യങ്ങൾ ഓക്കെയാണോ? ഇനി ഇങ്ങനെ ആലോചിച്ച് പോകാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടി ഇതിനൊരു ഇക്വേഷൻ കൂടിയുണ്ട്. n1 - 1 / t1 = n2 - 1/t2 എന്ന് പറയാം. n1 - 1/t2 = n2 - 1/t2. n1 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ വട്ടം എത്ര മടങ്ങാകുന്നു, എത്ര ഇരട്ടിയാകുന്നു, എത്ര മടങ്ങാകുന്നു, എത്ര ഇരട്ടിയാകുന്നു. ആദ്യത്തെ കേസിൽ നോക്കി, ആദ്യത്തെ കേസിൽ എന്താണ്? 6 വർഷം കൊണ്ട് 2 മടങ്ങാകുന്നു. n1 എന്ന് പറഞ്ഞാൽ 2 ആണ്. 2 - 1 ഡിവൈഡഡ് ബൈ എത്ര വർഷം കൊണ്ടാണ്? 6 വർഷം കൊണ്ടാണ്. = രണ്ടാമത്തെ കേസിൽ എന്താണ്? എത്ര മടങ്ങാകുന്നു? 4 മടങ്ങാകുന്നു. അപ്പോൾ n2 എന്ന് പറഞ്ഞാൽ 4 ആണ്. 4 - 1 എത്ര വർഷം കൊണ്ടാണ് നമുക്കറിയോ? ഇല്ല. അപ്പോൾ അത് t2 എന്ന് തന്നെ കൊടുക്കുന്നു. ഓക്കെ. 2 - 1 1 1/6 = 4 - 1 3 3/t2. t2 അല്ലേ കണ്ടുപിടിക്കേണ്ടത്? അങ്ങോട്ട് കൂടുന്നു, ക്രോസ് ചെയ്യുന്നു. ഇങ്ങോട്ട് വരുമ്പോൾ 1 × t2 t2 = അങ്ങോട്ട് പോകുമ്പോൾ 6 × 3 18 നമുക്ക് കിട്ടിയില്ലേ? രണ്ടാമത്തെ കേസിലെ വർഷം കിട്ടിയില്ലേ? n1 - 1/t1 = n2 - 1/t2. n1 - 1/t1 = n2 - 1/t2 എന്ന ഇക്വേഷൻ കൂടി ഓർത്തു വെക്കുക. അല്ലെങ്കിൽ എന്താണ്? ബേസിക്കായ കൺസെപ്റ്റ് വെച്ച് പോവുക. ഈ സാധനം ഒന്നും ഓർമ്മ വന്നിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക? 100 രൂപ ഇടുന്നു, 6 വർഷം കൊണ്ട് 200 രൂപയായി. അങ്ങനെയാണെങ്കിൽ 6 വർഷം കൊണ്ട് നമുക്ക് കിട്ടിയ പലിശ എന്ന് പറഞ്ഞാൽ 100 രൂപയാണ്. ഇനി കണ്ടുപിടിക്കേണ്ട സാധനം എന്താണ്? 100 രൂപ നമ്മുടെ കയ്യിലുണ്ട്, 4 മടങ്ങാകുന്നു. എത്രയാണ്? 100 രൂപ 4 മടങ്ങായി എന്ന് പറഞ്ഞാൽ 400 രൂപയായി. അത് എത്ര വർഷം കൊണ്ടാണ് നമുക്കറിയോ? ഇല്ല. ഈ 100 രൂപ ഇട്ട് 400 രൂപ നമുക്ക് തരണമെങ്കിൽ പലിശയായിട്ട് 300 രൂപ തരണ്ടേ? 300 രൂപ തരണം. എത്ര വർഷം കൊണ്ടാണ് 300 രൂപ പലിശ ഉണ്ടാകുന്നത്? 100 രൂപ പലിശ ഉണ്ടാകുന്നത് 6 വർഷം കൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ 300 രൂപ പലിശ ഉണ്ടാകുന്നത് 6 × 3 18 വർഷം കൊണ്ടായിരിക്കും. ഓക്കെ അല്ലേ? അല്ലെങ്കിൽ ഈ ഇക്വേഷനിൽ കൊടുക്കുന്നു n1 - 1/t1 = n2 - 1/t2 എന്ന ഇക്വേഷനിൽ കൊടുക്കുന്നു. കൂട്ടുപലിശ ഓർ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ, കൂട്ടുപലിശ എന്ന് പറഞ്ഞാൽ പലിശയുടെ പലിശ എന്നല്ലേ പറയുന്നത്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, കൂട്ടുപലിശ എന്ന് പറയുമ്പോൾ കിട്ടുന്ന 1 വർഷം കിട്ടുന്ന പലിശ നേരെ എന്ത് ചെയ്യും? നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ടിലേക്ക്, മുതലിലേക്ക് മാറും. വീണ്ടും എന്താണ്? അത് മുതലും പലിശയിലും കൂട്ടി അടുത്ത വർഷം വീണ്ടും എന്താണ്? പലിശ കണക്കാക്കും. പലിശയുടെ പലിശ എന്ന് വേണമെങ്കിൽ പറയാമല്ലേ? പലിശയുടെ പലിശ എന്ന് പറയാം. അപ്പോൾ കൂട്ടുപലിശ ഓർ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലേക്ക് എന്ത് വരും? എമൗണ്ട് = p × 1 + r/100 1 + r/100 all raised to t or n. പി എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ എമൗണ്ട് ആണ്, ഇൻവെസ്റ്റ് ചെയ്ത തുകയാണ്. ആർ എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. ടി എന്ന് പറഞ്ഞാൽ വർഷമാണ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. പലിശ നിരക്ക് ആണ്. വർഷമാണ്. തുകയാണ്. എ എന്ന് പറഞ്ഞാൽ മൊത്തം തുകയാണ്. മൊത്തം തുകയാണ്. എ എന്ന് പറഞ്ഞാൽ എമൗണ്ട് ആണ്, മൊത്തം തുകയാണ്. അങ്ങനെയാണെങ്കിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എങ്ങനെ കണ്ടുപിടിക്കും? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ മൊത്തം തുകയിൽ നിന്ന് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത തുകയില്ലേ പി, അത് കുറച്ചാൽ എന്ത് കിട്ടും? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കിട്ടും. A = p × 1 + r/100 all raised to t എന്ന ഇക്വേഷൻ നമ്മൾ മനസ്സിലേക്ക് വെറുതെ കയറി വരും. ഈ ഇക്വേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ ഒന്നാമത്തെ വർഷമൊക്കെ ആണെങ്കിൽ വലിയ കുഴപ്പമില്ല. ഒന്നാമത്തെ വർഷം എന്ന് പറഞ്ഞാൽ സാധാരണ പലിശയും കൂട്ടുപലിശയും തുല്യമാണ്. ഒന്നാമത്തെ വർഷം എന്ന് പറഞ്ഞാൽ സാധാരണ പലിശയും കൂട്ടുപലിശയും തുല്യമാണ്. രണ്ടാമത്തെ വർഷം മുതലാണ് വ്യത്യാസം തുടങ്ങുന്നത്. ഒന്നാമത്തെ വർഷം കിട്ടിയ തുക, ഒന്നാമത്തെ വർഷം കിട്ടിയ പലിശ മുതലിലേക്ക് ആഡ് ചെയ്യുന്നു. മുതലേക്ക് ആഡ് ചെയ്തിട്ട് ആ മൊത്തം തുകയുടെ എത്ര ശതമാനമാണ് രണ്ടാമത്തെ വർഷം കിട്ടുക? അതാണ് രണ്ടാമത്തെ വർഷം കിട്ടുന്ന പലിശ എന്ന് പറഞ്ഞാൽ. അത് അവിടുന്ന് മുതലാണ്, രണ്ടാമത്തെ വർഷം മുതലാണ് വ്യത്യാസം വരുന്നത്. ഒന്നാമത്തെ വർഷം കൂട്ടുപലിശയാണെങ്കിലും സാധാരണ പലിശയാണെങ്കിലും ഒക്കെ തുല്യമാണ് കേട്ടോ. അപ്പോൾ നോക്കി, രണ്ടാമത്തെ വർഷം നോക്കുമ്പോൾ t = വന്ന് 1 + r/100 ഓൾ സ്ക്വയർ ഒക്കെ വന്ന് അത് കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോഴേക്കും കുറച്ച് സമയം പോകും. അപ്പോൾ ഇനി അത് കണ്ടുപിടിച്ച് വന്നാൽ മാത്രം പോരാ, അത് കണ്ടുപിടിച്ച് വന്ന് എമൗണ്ട് ആണ് കിട്ടുന്നത്. എമൗണ്ടിൽ നിന്ന് എന്ത് വേണം? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ അത് കുറയ്ക്കാൻ നിൽക്കണം പിന്നെ അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഒന്നല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ചൂസ് ചെയ്യുന്ന പരിപാടി, ഒന്നല്ലെങ്കിൽ പാസ്കൽ ട്രയാങ്കിൾ ഓർ ട്രീ മെത്തേഡ് യൂസ് ചെയ്യും. പാസ്കൽ ട്രയാങ്കിൾ ഓർ ട്രീ മെത്തേഡ് എന്നൊക്കെ പറയും. പാസ്കൽ ട്രയാങ്കിൾ ഓർ ട്രീ മെത്തേഡ് എന്നൊക്കെ പറയുന്ന ആ മെത്തേഡിലേക്ക് പോവാണ്. അതാണ് കുറച്ചും കൂടി ഈസി.
കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതി പാസ്കൽ ട്രയാങ്കിൾ ഓർ ട്രീ മെത്തേഡിലേക്ക് പോകുന്നതാണ്. പാസ്കൽ ട്രയാങ്കിളിനെ പറ്റി പറയുകയാണെങ്കിൽ പാസ്കൽ ട്രയാങ്കിൾ ഓർ ട്രീ മെത്തേഡ് നോക്കിയേ, 1 എഴുതി വെക്കുന്നു, അടുത്തത് 1 2 1 എഴുതി വെക്കുന്നു, അടുത്തത് 1 എഴുതി വെക്കുന്നു, വീണ്ടും 1 2 കൂട്ടിയ 3 എഴുതി വെക്കുന്നു, 2 3 കൂട്ടി 3 എഴുതി വെക്കുന്നു, വീണ്ടും 1 എഴുതി വെക്കുന്നു, ദെൻ വീണ്ടും 1 എഴുതി വെക്കുന്നു, 1 3 കൂട്ടി 4 എഴുതി വെക്കുന്നു, 3 3 കൂട്ടി 6 എഴുതി വെക്കുന്നു, 3 1 കൂട്ടി 4 എഴുതി വെക്കുന്നു, വീണ്ടും 1 എഴുതി വെക്കുന്നു. ഒന്നാമത്തെ വർഷത്തെ പലിശയാണ് ഈ 1 സൂചിപ്പിക്കുന്നത്. രണ്ടാമത്തെ വർഷത്തെ പലിശയാണ് ഈ 121 സൂചിപ്പിക്കുന്നത്. മൂന്നാമത്തെ വർഷത്തെ പലിശയാണ് ഈ 1331 സൂചിപ്പിക്കുന്നത്, 1331 സൂചിപ്പിക്കുന്നത്. നാലാമത്തെ വർഷത്തെ പലിശയാണ് ഈ 14641 സൂചിപ്പിക്കുന്നത്. അഞ്ചാമത്തെ വർഷത്തെ പലിശ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാനൊന്നും ബുദ്ധിമുട്ടില്ല. 1 എഴുതുന്നു, ഇത് രണ്ടും കൂട്ടി 5 എഴുതുന്നു, ഇത് രണ്ടും കൂട്ടി 10 എഴുതുന്നു, ഇത് രണ്ടും കൂട്ടി വീണ്ടും 10 എഴുതുന്നു, രണ്ടും കൂട്ടി 5 എഴുതുന്നു, വീണ്ടും 1 എഴുതുന്നു. ഇതൊക്കെ ചോദിച്ച് അഞ്ചാമത്തെ വർഷമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇതിൻ്റെ കാൽക്കുലേഷൻ നിങ്ങൾ കുറച്ച് പേർക്കെങ്കിലും അറിയുന്നതായിരിക്കും. അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ഒന്നുകൂടി പറയുന്നുണ്ട്. അറിയുന്നവരെന്ന് ആലോചിച്ച് നോക്കിയേ. ഈ അഞ്ചാമത്തെ വർഷത്തൊക്കെ കാൽക്കുലേഷൻ ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്തോരം വട്ടം ചെയ്യണം. അതിന് നല്ലത് ഈ ക്വസ്റ്റ്യൻ ഒഴിവാക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നോക്കിയേ, നമ്മൾ സാധാരണ 4 വരെ പിടിച്ചു പോവുകയാണെ. ഒന്നാമത്തെ വർഷം കാൽക്കുലേറ്റ് ചെയ്യുന്ന പലിശയാണ്. ഒന്നാമത്തെ വർഷം സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. അപ്പോൾ ഒന്നാമത്തെ വർഷം സാധാരണ പലിശ ചോദിച്ചാലും കൂട്ടുപലിശ ചോദിച്ചാലും ഒന്നും മൈൻഡ് ആക്കേണ്ട ആവശ്യമില്ല. ഓക്കെ. ദെൻ രണ്ടാമത്തെ വർഷം 121, മൂന്നാമത്തെ വർഷം 1331, നാലാമത്തെ വർഷം 14641. ഇത് പഠിക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? എഴുതുമ്പോൾ തന്നെ അങ്ങോട്ട് പഠിച്ചു പോയിക്കൂടെ? 1 എഴുതി, അടുത്തത് 11ന്റെ സ്ക്വയറായ 121 എഴുതി, ദെൻ 1 വീണ്ടും എഴുതി, 2 1 കൂട്ടി 3 എഴുതി, 2 1 കൂട്ടി 3 എഴുതി, 1 വീണ്ടും എഴുതി, 1 വീണ്ടും എഴുതി, 1 3 കൂട്ടി 4 എഴുതി, 3 3 കൂട്ടി 6 എഴുതി, 3 1 കൂട്ടി 4 എഴുതി, വീണ്ടും 1 എഴുതി. 4 വർഷത്തെ കിട്ടാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഇനി അങ്ങനെ ബുദ്ധിമുട്ടുള്ളവർ എന്ത് ചെയ്യുക? 1 കാണാപാഠം പഠിക്കാൻ ശ്രമിച്ചു നോക്കുക. 1 1 2 1 1 3 3 1 1 4 6 4 1. ഒന്ന് പറഞ്ഞു നോക്കിയേ, ഒന്ന് കൂടെ പറഞ്ഞു നോക്കിയേ. 1 2 1 1 3 3 1 1 4 6 4 1. ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ മതി, അല്ലെങ്കിൽ എഴുതിയ മെത്തേഡ് ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. 3-4 വർഷത്തിന്റെ കൂട്ടുപലിശ രീതി കണക്കാക്കുന്ന കൂട്ടുപലിശ കണ്ടുപിടിക്കുന്നതാണ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുന്ന മെത്തേഡാണ് എഴുതി വെച്ചത്. ഇത് എങ്ങനെയാണ് ചെയ്യാൻ നോക്കിയാലോ. ഫസ്റ്റ് വേണ്ടത് ഈ ട്രീ മെത്തേഡിലെ ഈ നമ്പേഴ്സ് പഠിച്ചു വെക്കുക എന്നുള്ളതാണ്. നമ്പേഴ്സ് പഠിച്ചു വെക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് വേണ്ട കാര്യം. 1 to 1 ആണ് രണ്ടാമത്തെ വർഷത്തെ പലിശ എന്ന് പറഞ്ഞാൽ, 2 വർഷത്തെ കൂട്ടുപലിശ എന്ന് പറഞ്ഞാൽ, 2 വർഷത്തെ കൂട്ടുപലിശ എന്ന് പറഞ്ഞാൽ 1 to 1 നമ്മുടെ മനസ്സിലേക്ക് വരില്ലേ. 3 വർഷത്തെ കൂട്ടുപലിശയാണ് കണക്കാക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് എന്ത് വരും? 1 3 3 1 വരില്ലേ. നാലാമത്തെ വർഷത്തെ കൂട്ടുപലിശയാണ് കണക്കാക്കേണ്ടതെന്ന് പറഞ്ഞാൽ 1 4 6 4 1 വരില്ലേ. 1 4 6 4 1 വരില്ലേ. വരണം. എങ്ങനെയാണോ നിങ്ങൾക്ക് പഠിക്കാൻ ഈസി, എഴുതി പഠിക്കാനാണോ ഈസി അല്ലെങ്കിൽ ഓർത്ത് വെക്കാനാണോ ഈസി എന്ന് പറഞ്ഞാൽ, ഒരു 4-5 ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്ത് രണ്ടാമത്തെ വർഷം എന്ന് കേൾക്കുമ്പോൾ തന്നെ 1 to 1 വരും. മൂന്നാമത്തെ വർഷം കേൾക്കുമ്പോൾ തന്നെ 1 3 3 1 വരും. നാലാമത്തെ വർഷം കേൾക്കുമ്പോൾ തന്നെ 1 4 6 4 1 വരും. ഷുവറായിട്ട് വരും. ഒരു 4-5 ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇത് ഷുവറായിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് വരും. അപ്പോൾ എന്ത് ചെയ്യുക? അങ്ങനെയാണ് പഠിച്ചു വെക്കുക. ഇനി ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് എങ്ങനെ ചെയ്യാൻ നോക്കിയാലോ. പാസ്കൽ ട്രയാങ്കിൾ ഉപയോഗിച്ച് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം അല്ലേ. 1000 രൂപ 10% പലിശ നിരക്ക് 2 വർഷത്തേക്ക് കൂട്ടുപലിശ രീതിയിൽ ഇട്ട് കഴിഞ്ഞാൽ കിട്ടുന്ന കൂട്ടുപലിശയും തുകയും ഒക്കെ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. അപ്പോൾ 2 വർഷമാണെന്ന് കിട്ടിയല്ലേ. 2 വർഷമാണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ 1 to 1 ആണെന്ന് നമുക്കറിയാം. 2 വർഷമാണ് കൂട്ടുപലിശ രീതിയിലാണ് നിക്ഷേപിക്കുന്നത് എന്ന് പറഞ്ഞു. 2 വർഷം കൊണ്ട് കൂട്ടുപലിശ രീതിയിലാണ് നിക്ഷേപിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് അപ്പം ആലോചിച്ച് വെച്ചോളണം. എന്താണ്? 1 to 1 ആണ്. 2 വർഷമാണ്, 1 to 1 ആണ്. അപ്പോൾ നമ്മൾ എന്താണ് 10000 രൂപയിലിട്ടത്. ഈ 10000 രൂപ ഇവിടെ ഇടുന്നു, ഒന്നാമത്തെ കോളത്തിലിടുന്നു. 1 എഴുതിയതായ 10000 ഇടുന്നു. ഈ 10000ന്റെ 10% ഇവിടെ കൊടുക്കേണ്ടത്. 10000ന്റെ 10% എങ്ങനെയാണ്? 10000 ഇൻറ്റു 10 ഡിവൈഡ് ബൈ 100. 2 0 വെട്ടി 100 ഇൻറ്റു 10 1000 എന്ന് കിട്ടി. അടുത്ത കോളത്തിൽ എന്ത് ചെയ്യുക? ഈ 1000ന്റെ 10% കണ്ടുപിടിക്കുക. 1000 ഡിവൈഡ് ബൈ 10% വെട്ടിപ്പോകുമ്പോൾ 10 ഇൻറ്റു 10 100 ആണല്ലോ. ഇനി താഴത്തോട്ട് ഗുണിക്കുക. നോക്കിയേ, 1 ഇൻറ്റു 10000 10000 തന്നെ, 2 ഇൻറ്റു 1000 2000 തന്നെ, 1 ഇൻറ്റു 100 100 തന്നെ ആണല്ലോ. ഇനി നമ്മളോട് ചോദിക്കുകയാണ് കൂട്ടുപലിശ എത്രയാണ്, 2 വർഷം കഴിഞ്ഞാൽ കിട്ടുന്ന കൂട്ടുപലിശ എത്രയാണ് എന്ന് ചോദിച്ചാൽ, കൂട്ടുപലിശ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തെ കോളം നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല. ഇത് മൊത്തം കൂട്ടി കൊടുക്കുക. 2000 + 100 2100 എന്ന് എഴുതി വെക്കാം. ഈസി അല്ലേ? ഒന്നാമത്തെ കോളം കൂട്ടണ്ട, രണ്ടാമത്തെ കോളം ബാക്കിയുള്ള കോളം മൊത്തം കൂട്ടുക. ഒന്നാമത്തെ കോളം ഒഴികെ ബാക്കി മൊത്തം കോളം കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? കൂട്ടുപലിശ കിട്ടും. കൂട്ടുപലിശ 2000 + 100 2100.
എമൗണ്ട് ആണ് ചോദിക്കുന്നതെങ്കിൽ നമ്മളോട് ചോദിക്കൂലേ എമൗണ്ട് മൊത്തം തുക എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 10,000 നമ്മൾ കൊടുത്ത തുകയല്ലേ, 10,000വും കിട്ടിയ കൂട്ടുപലിശയും എത്രയാണ് 12,100 എന്ന് കിട്ടും. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ? 2 കാര്യങ്ങളാണ് കണ്ടുപിടിക്കേണ്ടത്. എമൗണ്ട് നമുക്കറിയാം 12,100, നമ്മൾ കൊടുത്ത പ്രിൻസിപ്പൽ തുക അറിയാം 10,000, നമുക്ക് കിട്ടിയ കൂട്ടുപലിശ എത്രയാണ് 2,100. 1 to 1 എഴുതി വെക്കുന്നു. ഒന്നാമത്തെ കോളം ഒഴിവാക്കി ബാക്കി മൊത്തം കൂട്ടി കഴിഞ്ഞാൽ എന്താണ് കൂട്ടുപലിശ കിട്ടി. 2000 + 100 2,100 എന്ന് കിട്ടി. മൊത്തം തുക എന്ന് പറഞ്ഞാൽ എന്തായി 10,000 ഉണ്ട് 2,000 ഉണ്ട് 100 ഉണ്ട്. മൊത്തം കൂട്ടിക്കഴിഞ്ഞാൽ എന്തായി മൊത്തം അങ്ങോട്ട് കൂട്ടിക്കഴിഞ്ഞാൽ 12,100 ആണ് മൊത്തം തുക എന്ന് പറഞ്ഞാൽ. 2 വർഷം കഴിഞ്ഞ് 10,000 രൂപ കൊടുത്ത് 10% പലിശ നിരക്കിൽ ഇൻവെസ്റ്റ് ചെയ്ത് 2 വർഷം കഴിഞ്ഞാൽ നമ്മളെ കയ്യിലേക്ക് വരുന്നത് 12,100 രൂപയാണ്. അതിൽ 10,000 രൂപ നമ്മൾ കൊടുത്തതാണ്, 2,100 രൂപ കൂട്ടുപലിശ മാത്രമാണ്, മൊത്തം തുക 12,100 ആണ്. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് പറയുന്നത്. 6,000 രൂപ 8% പലിശ നിരക്കിൽ 3 വർഷം കൂട്ടുപലിശ രീതിയിൽ നിക്ഷേപിച്ചാൽ നമുക്ക് കിട്ടുന്ന 3 ക്വസ്റ്റ്യൻ ഇവിടെ കാണാൻ ചാൻസ് ഉണ്ട്. കൂട്ടുപലിശ എത്രയാണ്, മൊത്തം തുക എമൗണ്ട് എത്രയാണ്. ഇനി ഒരു ചോദ്യം ചോദിക്കാൻ ചാൻസ് ഉള്ളത് കൂട്ടുപലിശയും സാധാരണ പലിശയും തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്. സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിലുള്ള വ്യത്യാസം, കോമ്പൗണ്ട് ഇൻട്രസ്റ്റും സിമ്പിൾ ഇൻട്രസ്റ്റ് തമ്മിലുള്ള വ്യത്യാസം തിരിച്ചാണ് എഴുതി വെച്ചത്. രണ്ടാലും കുഴപ്പമൊന്നുമില്ല, വ്യത്യാസമാണ് ചോദിച്ചത്. CI - SI. ഓക്കെ. അതായത് 6,000 രൂപ 8% പലിശ നിരക്കിൽ 3 വർഷത്തേക്ക് നിക്ഷേപിച്ചാൽ നമുക്ക് കിട്ടുന്ന കൂട്ടുപലിശ എത്രയായിരിക്കും, നമുക്ക് കിട്ടുന്ന മൊത്തം തുക എത്രയായിരിക്കും, നമുക്ക് കിട്ടുന്നതല്ല ഈ 6,000 രൂപ 8% പലിശ നിരക്കിൽ 3 വർഷം സാധാരണ പലിശയിൽ നിക്ഷേപിച്ചാലും 6,000 രൂപ 8% പലിശ നിരക്കിൽ 3 വർഷം കൂട്ടുപലിശയിൽ നിക്ഷേപിച്ചാലും കിട്ടുന്ന പലിശയുടെ വ്യത്യാസം എത്രയാണ് എന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. സ്ഥിരമായിട്ട് കാണാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണല്ലേ. ഇങ്ങനെ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നോക്കിയാൽ ആദ്യം നമുക്ക് എന്താണ് കൂട്ടുപലിശ എത്ര കണ്ടുപിടിക്കണ്ടേ, കൂട്ടുപലിശ കണ്ടുപിടിക്കാൻ 3 വർഷമാണെന്ന് ഇവിടെ വന്നിട്ടില്ലേ. 3 വർഷം എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലേക്ക് എന്ത് വരും 1331 എന്ന് വരൂലേ. നമ്മൾ 6,000 രൂപ ഫസ്റ്റ് കോളത്തിൽ എഴുതി 6,000. ദെൻ 3 വർഷത്തേക്കാണ് 3 കണ്ടല്ലേ. ഈ 6,000ന്റെ എത്ര ശതമാനമാണ് 8% ഇവിടെ എഴുതേണ്ടത്. 6,000 × 8/100. 2 0 കട്ടായി 6 × 8 48 480 എന്ന് കിട്ടി. ഈ 480ന്റെ 8% ഇവിടെ എഴുതേണ്ടത്. 480 × 8/100. 1 0 വെട്ടി 48 × 8 48 × 8 ചെയ്യുമ്പോൾ 8 8 64 4 4 8 32 32 6 38 384 384 10 കൊണ്ട് ഹരിക്കുമ്പോൾ 38.4 എന്ന് കിട്ടും. ഓക്കെ. ഈ 38.44ന്റെ 38.4ന്റെ 8% ഇവിടെ എഴുതേണ്ടത്. ഓക്കെ. 38.4 8% എന്ന് പറഞ്ഞാൽ 384 8 കൊണ്ട് ഹരിക്കുന്നു. 384 × 8 ഹരിക്കല് ഗുണിക്കുന്നു. 384 × 8 ചെയ്യുമ്പോൾ 4 8 32 2 8 8 64 4 8 32 2 3 ശിഷ്ടം 3 8 8 64 3 67 3 8 27 3 8 24 6 30 307.2 ഹരിക്കണം 100. അപ്പം എന്താവും 3.072 എന്നാവും. ലെഫ്റ്റിലോട്ട് 2 പോയിന്റ് മാറ്റും. ഇനി എന്ത് ചെയ്യുക, കഴിഞ്ഞിട്ടില്ല, താഴത്തോട്ട് ഗുണിക്കണ്ടേ. 6,000 ഇത് ഗുണിക്കുമ്പോൾ എന്താവും 3 × 480 ഗുണിക്കുമ്പോൾ 3 × 480 ഗുണിക്കുമ്പോൾ 1200 3 24 1440. 3 × 38.4 ചെയ്യുമ്പോൾ 3 × 38.4 ചെയ്യുമ്പോൾ 384 × 3 ചെയ്യുമ്പോൾ 3 4 12 3 24 1 25 3 9 2 11 115.2 എന്ന് കിട്ടും. തന്നെ ഇവിടെ ഗുണിക്കാനൊന്നുമില്ല, ഒന്നുകൊണ്ട് തന്നെയല്ലേ 3.072. ഇനി നോക്കിയേ, നമ്മോട് ചോദിച്ചത് എന്താണ്, കൂട്ടുപലിശയാണ് ചോദിച്ചത്. കൂട്ടുപലിശ ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തെ കോളം എന്താ, നമ്മൾ കൊടുത്ത തുകയാണ്. അപ്പോൾ അത് വേണ്ട ആവശ്യമുണ്ടോ? സോ കൂട്ടുപലിശ ചോദിച്ചു കഴിഞ്ഞാൽ CI = 1440 പ്ലസ് 115.2 പ്ലസ് 3.072 കൂട്ടുമ്പോൾ എത്ര കിട്ടും?
പ്ലസ് 1115.2 പ്ലസ് 3.1 1540 1555 1558 1558.272 ആണോ? 1558.272 ആണല്ലോ. നമുക്ക് കിട്ടുന്ന കൂട്ടുപലിശ എന്ന് പറഞ്ഞാൽ 1558.272. മൊത്തം തുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 6000 എന്നല്ല നമ്മൾ കൊടുത്തത്. 6000ന്റെ കൂടെ കൂട്ടിയ പോലെ പലിശയുടെ കൂടെ 6000 കൂട്ടി കഴിഞ്ഞാൽ ഒന്നാമത്തെ കോളം ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി മൊത്തം കൂട്ടുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? കൂട്ടുപലിശ കിട്ടും. ഒന്നാമത്തെ കോളം കൂടി കൂട്ടി കഴിഞ്ഞാൽ എന്ത് കിട്ടും? മൊത്തം തുക കിട്ടും. 6000 പ്ലസ് 1558.272 കൂട്ടുമ്പോൾ 7558.272. ഇനി എന്താണ് കണ്ടുപിടിക്കേണ്ടത്? കൂട്ടുപലിശയും സാധാരണ പലിശയും തമ്മിലുള്ള വ്യത്യാസം. കൂട്ടുപലിശയും സാധാരണ പലിശയും തമ്മിലുള്ള വ്യത്യാസം ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തെ കോളവും വേണ്ട, രണ്ടാമത്തെ കോളവും വേണ്ട. രണ്ടാമത്തെ കോളം വേണ്ട എന്ന് പറയാൻ കാരണം 3x8 സാധാരണ പലിശയിൽ നമുക്ക് കിട്ടുന്ന സാധാരണ പലിശ എന്ന് പറഞ്ഞാൽ പലിശ എന്തായിരിക്കും? നമ്പർ ഓഫ് ഇയേഴ്സിന് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൊണ്ട് ഗുണിച്ച് അത്രയും ശതമാനമായിരിക്കും. 3x8 24% നമുക്ക് കിട്ടിയ പലിശ എന്ന് പറഞ്ഞാൽ, അല്ലേ? നമുക്ക് കിട്ടിയ പലിശ എന്ന് പറഞ്ഞാൽ 3x8 ആദ്യത്തെ വർഷം 3x8 24% പലിശയാണ് നമുക്ക് കിട്ടിയത്. അതല്ലേ ഈ കാണുന്നത്. അപ്പം എന്താണ്? അതുകൊണ്ടാണ് ആദ്യത്തെ കോളവും വേണ്ട, രണ്ടാമത്തെ കോളവും വേണ്ട എന്ന് പറയാൻ കാരണം. ആദ്യത്തെ കോളവും വേണ്ട, രണ്ടാമത്തെ കോളവും വേണ്ട എന്ന് പറയാൻ കാരണം അതുകൊണ്ടാണ്. അപ്പം എന്ത് ചെയ്തു? അത് ഒഴിവാക്കി. ആദ്യത്തെ കോളം ഒഴിവാക്കി, രണ്ടാമത്തെ കോളം ഒഴിവാക്കി, ബാക്കി മൊത്തം കൂട്ടി കൊടുക്കുക. 115.2 പ്ലസ് 3.072 കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 118.272 കിട്ടും. ഒന്നാമത്തെ കോളവും രണ്ടാമത്തെ കോളവും കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ 118.272 ആയിരിക്കും നമുക്ക് കിട്ടിയ കൂട്ടുപലിശയും സാധാരണ പലിശയും തമ്മിലുള്ള വ്യത്യാസം. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ? ഒന്ന് പെട്ടെന്ന് ആലോചിച്ച് നോക്കിയേ. ഒന്ന് റിവൈൻഡ് അടിച്ച് ബാക്ക് അടിച്ചൊന്ന് വന്ന് ആലോചിച്ച് നോക്കി അങ്ങോട്ട് പോവാട്ടാ. കൂട്ടുപലിശ രീതിയിൽ എന്താണ്? കൂട്ടുപലിശ ഉണ്ട്, വാർഷികപരമായിട്ട് കൂട്ടുപലിശ കണക്കാക്കുന്ന രീതിയുണ്ട്, അർദ്ധവാർഷികപരമായിട്ട് കൂട്ടുപലിശ കണക്കാക്കുന്ന രീതിയുണ്ട്, പാദവാർഷികപരമായിട്ട് ഹാഫ് ഇയർലി ഉണ്ട്, ഹാഫ് ഇയർലി കോമ്പൗണ്ടർ ഉണ്ട്, ക്വാർട്ടർലി കോമ്പൗണ്ടർ ഉണ്ട്. കൂട്ടുപലിശ രീതിയിൽ 3 മെത്തേഡുകൾ ഉണ്ടല്ലേ. സാധാരണ പലിശയാണെങ്കിൽ എന്താണ്? ഒന്നും പ്രത്യേകിച്ചൊന്നുമില്ല. സാധാരണ പലിശ ഹാഫ് ഇയർലി ആണെങ്കിലും ക്വാർട്ടർലി ആണെങ്കിലും ഒക്കെ എന്താണ്? പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നുമില്ല. ഇവിടെ എന്താണ്? ഹാഫ് ഇയർലി ആണെങ്കിലും ക്വാർട്ടർലി ആണെങ്കിലും ചെറിയൊരു വ്യത്യാസമുണ്ട്. അത് ചെറിയൊരു വ്യത്യാസം ഓർത്തങ്ങോട്ട് പോവാം. നോക്കിയേ, നമ്മൾ 10,000 രൂപ 10% പലിശ നിരക്കിൽ 2 വർഷത്തേക്ക് അർദ്ധവാർഷിക രീതിയിൽ എന്ന് പറഞ്ഞാൽ അർദ്ധവാർഷിക കൂട്ടുപലിശ രീതിയിൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ അയ്യോ അർദ്ധവാർഷികമാണല്ലോ, ഇത് നമുക്കറിയില്ലല്ലോ, അല്ലെങ്കിൽ ഇക്വേഷനൊക്കെ പറയുകയാണെങ്കിൽ എന്താണ്? A is equal to P into 1 plus R by 100 into 1/2 into all raised to 2t എന്നൊക്കെ ഇക്വേഷൻ ഉണ്ട്. ഇതിലൊക്കെ കൊടുത്തു വരുന്നുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പം നമുക്ക് എന്താണ്? പ്രത്യേകിച്ച് പണികളൊന്നുമില്ല. അർദ്ധവാർഷികം എന്ന് കേട്ടാൽ നമ്മൾ എന്താണ്? നേരത്തെ പാസ്കൽ ട്രയാങ്കിൾ ഉപയോഗിച്ച് കൂട്ടുപലിശ കണക്കാക്കുന്ന രീതി നമ്മൾ പഠിച്ചതാണ്. ഈ അർദ്ധവാർഷികം എന്ന് കേട്ട് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ 10,000 രൂപ തന്നെ 10% പലിശ നിരക്കല്ലേ? ഈ പലിശ നിരക്കിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? 2 കൊണ്ട് ഹരിക്കുന്നു. 10% എന്ന് പറഞ്ഞാൽ 5% 2 കൊണ്ട് ഹരിച്ചാൽ 2 വർഷം എന്നുള്ളത് എന്തായി? 2 വർഷത്തെ നമ്മൾ 2 കൊണ്ട് ഗുണിക്കുന്നു. ഇൻറ്റു 2 2 × 2 4. ഓക്കെ ആയോ? 4 വർഷം എന്നായി. ഇപ്പോൾ എന്തായി? ഈ അർദ്ധവാർഷികം എന്നുള്ളത് ക്യാൻസൽ ആകും. 2 കൊണ്ട് ഹരിച്ചാൽ 2 കൊണ്ട് ഗുണിച്ചാൽ എന്തായി? അർദ്ധവാർഷികം ക്യാൻസലായി, വാർഷികം എന്ന രീതിയിലേക്ക് തന്നെ ആയി. ക്വസ്റ്റ്യൻ എങ്ങനെ മാറി? 10,000 രൂപ 10% പലിശ നിരക്കിൽ 2 വർഷത്തേക്ക് അർദ്ധവാർഷിക പലിശ രീതിയിൽ കൂട്ടുപലിശയായി നിക്ഷേപിച്ചാൽ എന്നുള്ള ക്വസ്റ്റ്യൻ എങ്ങനെയായി മാറി? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനെ പലിശയെ 2 കൊണ്ട് ഹരിച്ചു, വർഷത്തെ 2 കൊണ്ട് ഗുണിച്ചു. അപ്പോൾ ക്വസ്റ്റ്യൻ എങ്ങനെയായി? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയി. 10,000 രൂപ 5% പലിശ നിരക്കിൽ 4 വർഷത്തേക്ക് കൂട്ടുപലിശ രീതിയിൽ നിക്ഷേപിച്ചാൽ എന്ന ക്വസ്റ്റ്യനായി മാറി. 4 വർഷം എന്ന് കേൾക്കുമ്പോൾ നമുക്കറിയാം 14641 ആണ്. 14641 ആണ് നമുക്കറിയാലോ. 10,000 ഇവിടെ കൊടുക്കുന്നു, അതിൻ്റെ 5% ഇവിടെ കൊടുക്കുന്നു. 10,000-ന് 5%, 2 0 വെട്ടി 500.
500-ന്റെ 5% ഇവിടെ കൊടുക്കുന്നു. 500 × 5 ഡിവൈഡ് ബൈ 100, 2 0 വെട്ടി 25. ദെൻ ഈ 25-ന് 5% നമ്മൾ എന്ത് ചെയ്യുന്നു? 25 ഡിവൈഡ് ബൈ 5/100. 25 × 5 125. 125 2 0 കൊടുത്താൽ 1.25. 1.25-ന്റെ 25% നമ്മൾ എന്ത് ചെയ്യുന്നു? 5% ഇവിടെ കാണുന്നു. 125 × 5 625. 625-ന് 2 സ്ഥാനം മാറ്റി വന്നാൽ 6.25 ഹരിക്കണം 100. വീണ്ടും പോയിന്റ് മാറുമ്പോൾ എന്തായി? 0.0625 എന്ന് കിട്ടും. 0.6 ഇങ്ങോട്ട് മാറി, ഒന്നുകൂടി 0.0625. താഴത്തോട്ട് ഗുണിച്ച് വന്നു കഴിഞ്ഞാൽ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ എന്തായി മാറി? സാധാരണ പലിശ രീതിയായി മാറി. അപ്പോൾ അർദ്ധവാർഷികം എന്ന് കേൾക്കുമ്പോൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനെ 2 കൊണ്ട് ഹരിക്കുന്നു. നമ്പർ ഓഫ് ഇയേഴ്സ് നമ്മൾ എന്ത് ചെയ്യുന്നു? 4 കൊണ്ട് ഗുണിക്കുന്നു, 2 കൊണ്ട് ഗുണിക്കുന്നു. ഈ ഇക്വേഷൻ ഒരിക്കലും യൂസ് ചെയ്യാൻ പോകണ്ട കേട്ടോ. ഓക്കെ, ഇനി അർദ്ധവാർഷികത്തിന് അതേപോലെ തന്നെ നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ് എന്ത്? പാദവാർഷികം എന്നുള്ളത് അല്ലേ. പാദവാർഷികം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ക്വാർട്ടർലി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ പാദവാർഷികമാണ് പറയുന്നത്. 10,000 രൂപ 16% പലിശ നിരക്കിൽ 16% പലിശ നിരക്കിൽ ഒരു വർഷത്തേക്ക് അല്ലെങ്കിൽ 6 മാസത്തേക്ക് നിക്ഷേപിച്ചാൽ 6 മാസത്തേക്ക് പാദവാർഷിക രീതിയിൽ നിക്ഷേപിച്ചാൽ 10,000 രൂപ 16% പലിശ നിരക്കിൽ 6 മാസത്തേക്ക് പാദവാർഷിക രീതിയിൽ നിക്ഷേപിച്ചാൽ കിട്ടുന്ന പലിശ എത്രയായിരിക്കും എന്ന് സെയിം ക്വസ്റ്റ്യനോട് ചോദിക്കാം. പലിശ എന്തായിരിക്കും, മൊത്തം എമൗണ്ട് എന്തായിരിക്കും, സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിലുള്ള വ്യത്യാസം എന്തായിരിക്കും എന്നൊക്കെ ഇവിടെയും ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നോക്കിയേ, 10,000 രൂപയാണ്, 14% പലിശ നിരക്കിലാണ്, 6 മാസത്തേക്കാണ്, പാദവാർഷിക രീതിയിലാണ് നിക്ഷേപിക്കുന്നത്. പാദവാർഷിക രീതി എന്ന് പറയുമ്പോൾ 3 മാസം കൂടുമ്പോൾ എന്താണ് പലിശ കണക്കാക്കുന്ന രീതിയാണ്. ഒരു വർഷത്തിൽ എത്ര വട്ടം പലിശ കണക്കാക്കും? അങ്ങനെയാണെങ്കിൽ 4 വട്ടം കണക്കാക്കും പലിശ അല്ലേ. ഒരു വർഷത്തിൽ 4 പാദവാർഷികമുണ്ട്, 3 മാസങ്ങളുണ്ട്, 4 വട്ടം പലിശ കണക്കാക്കും. അർദ്ധവാർഷികമാണെങ്കിലോ 6 മാസം കൂടുമ്പോഴാണ് പലിശ കണക്കാക്കുന്നത്. ഒരു വർഷത്തിൽ 2 വട്ടം പലിശ കണക്കാക്കും. പാദവാർഷികമായതുകൊണ്ട് ഒരു വർഷത്തിൽ 4 വട്ടം പലിശ കണക്കാക്കുന്നു. ഓക്കെ ആണോ? അപ്പോൾ പാദവാർഷികം എന്ന് കേട്ടാൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ 4 കൊണ്ട് ഹരിക്കുന്നു. ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? 4 കൊണ്ട് ഗുണിക്കുന്നു. ഇപ്പോൾ എന്തായി? 4 കൊണ്ട് ഹരിച്ചാൽ 4% എന്നായി. 10,000 രൂപ 4% പലിശ നിരക്കിൽ ഇതെന്തായി? 6 × 4 24 മാസം എന്നായി. 24 മാസം എന്ന് പറഞ്ഞാൽ എന്താണ്? 2 വർഷമല്ലേ. അപ്പോൾ എന്തായി? പാദവാർഷികം കട്ടായി കൂട്ടുപലിശ രീതി എന്ന് മാത്രമായി. കൂട്ടുപലിശ രീതി എന്നായി രീതി. 10,000 രൂപ 16% പലിശ നിരക്കിൽ 6 മാസത്തേക്ക് പാദവാർഷിക രീതിയിൽ കൂട്ടുപലിശ കണക്കാക്കുന്ന ബാങ്കിൽ നിക്ഷേപിച്ചാൽ കിട്ടുന്ന കൂട്ടുപലിശ, കിട്ടുന്ന മൊത്തം തുകയുടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെയും സാധാരണ പലിശയുടെയും വ്യത്യാസം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പാദവാർഷികം എന്ന് കേട്ടാൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനെ 4 കൊണ്ട് ഹരിക്കുന്നു. കാരണം വർഷത്തെ എന്താണ്? 6 മാസത്തെ 4 കൊണ്ട് ഗുണിക്കുന്നു. കാരണം എന്താണ്? ഒരു വർഷത്തിൽ 4 വട്ടം എന്താണ്? 4 വട്ടം പാദവാർഷികമുണ്ട്. 4 വട്ടം 3 മാസം പലിശ കണക്കാക്കുന്ന രീതി ആയതുകൊണ്ട് 4 വട്ടം പലിശ കണക്കാക്കും ഒരു മാസത്തിൽ. അപ്പോൾ 6 മാസത്തിൽ എന്താണ്? തീർച്ചയായിട്ടും 2 വട്ടം പലിശ കണക്കാക്കും. 6 മാസത്തിൽ എന്താണ്? ആദ്യത്തെ 3-ാമത്തെ മാസം കണക്കാക്കും, 6-ാമത്തെ മാസം കണക്കാക്കും, 2 വട്ടം പലിശ കണക്കാക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? 4 കൊണ്ട് ഗുണിക്കുന്നു. ഇപ്പൊ എന്തായി? 10,000 രൂപ 4% പലിശ നിരക്കിൽ 2 വർഷത്തേക്ക് കൂട്ടുപലിശ രീതിയിൽ നിക്ഷേപിച്ചാൽ എന്നായി മാറി. 2 വർഷം പലിശ കണക്കാക്കുന്ന രീതി നമുക്കറിയാം 1-to-1 ആണ് അല്ലേ. 2 വർഷം പലിശ കണക്കാക്കുന്ന കൂട്ടുപലിശ കണക്കാക്കുന്ന രീതി നമുക്കറിയാം. 2 വർഷം എന്ന് കേട്ടാൽ 1-to-1 വരണം. 3 വർഷം എന്ന് കേട്ടാൽ 1-3-3-1 വരണം. 4 വർഷം എന്ന് കേട്ടാൽ 1-4-6-4-1 വരണം. 10,000 രൂപ ഇവിടെ എഴുതുന്നു. 2 വർഷം എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ കോളത്തിൽ എന്ത് ചെയ്യുന്നു? ഇതിന്റെ 4% വരുന്നു. 10,000-ന് 4%, 4/100. 2 0 കട്ടായി 400. ഈ 400-ന് 4% ഇവിടെ എഴുതുന്നു. 400 × 4 ഡിവൈഡ് ബൈ 100 വെട്ടിപ്പോയി. 4 × 4 16. താഴത്തോട്ട് ഗുണിക്കുമ്പോൾ 10,000, ഇത് ഗുണിക്കുമ്പോൾ 800, ഇത് ഗുണിക്കുമ്പോൾ എന്താണ്? 16. നമ്മളോട് ചോദിക്കുന്നത് എന്താണ്? കൂട്ടുപലിശയാണ് ചോദിച്ചത് എങ്കിൽ ആദ്യത്തെ കോളം ഒഴിവാക്കുന്നു. 800 + 16 816 എന്ന് എഴുതി വെക്കുന്നു. 816 എന്ന് എഴുതി വെക്കുന്നു. ഞാൻ എന്താ മൊത്തം എമൗണ്ട് ആണ് ചോദിച്ചതെങ്കിൽ മൊത്തം എമൗണ്ട് ആണ് ചോദിച്ചത് 10,000 ഉണ്ട്, കൂട്ടുപലിശയായി കിട്ടിയ 816 ഉണ്ട്. അപ്പോൾ നമ്മൾ ആ ക്വസ്റ്റ്യൻ എന്തായി? 10,816 എന്നായി. മൊത്തം കൂട്ടുമ്പോൾ 10,816 എന്നായി. അപ്പോൾ
കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആനുവലി കൂട്ടുന്നതുണ്ട്, ഹാഫ് ഇയർലി കൂട്ടുന്നതുണ്ട്, എന്താണ് ക്വാർട്ടർലി കൂട്ടുന്നുണ്ട്, അർദ്ധവാർഷികവും പാദവാർഷികവും. അർദ്ധവാർഷികം എന്ന് പറഞ്ഞാൽ 2 വട്ടം കൂട്ടുന്നതാണ്. അപ്പോൾ എന്ത് ചെയ്യുക, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനെ 2 കൊണ്ട് ഹരിക്കുന്നു, നമ്പർ ഓഫ് ഇയേഴ്സിനെ വർഷത്തെ 2 കൊണ്ട് ഗുണിക്കുന്നു. അത് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി, നമ്മൾ ആദ്യത്തെ ചെയ്ത പോലെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയി. അത് കഴിഞ്ഞാൽ എന്താണ്, പാദവാർഷികമുണ്ട്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനെ 4 കൊണ്ട് ഹരിക്കുന്നു, നമ്പർ ഓഫ് ഇയേഴ്സിനെ 4 കൊണ്ട് ഗുണിക്കുന്നു. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്തായി, ഒരു വർഷത്തിൽ 4 വട്ടം പലിശ കണക്കാക്കുന്നുണ്ട്, 4 കൊണ്ട് ഗുണിച്ചാൽ എന്തായി, ഡയറക്റ്റ്ലി കൂട്ടുപലിശ കണക്കാക്കുന്ന രീതിയിലേക്ക് വരുന്നു. 2 വർഷമാണെങ്കിലും 3 വർഷമാണെങ്കിലും 4 വർഷമാണെങ്കിലും നമുക്ക് കൂട്ടുപലിശ കണക്കാക്കുന്ന രീതി കണ്ടുപിടിക്കാൻ അറിയാലോ. 121 ആണ്, 1331 ആണ്, 14641 ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ കൂട്ടുപലിശ കണക്കാക്കാനും മൊത്തം എമൗണ്ട് കണ്ടുപിടിക്കാനും കൂട്ടുപലിശയും കൂട്ടുപലിശയും സാധാരണ പലിശ നമ്മൾ വ്യത്യാസം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കാൻ അറിയാം. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ചോദിച്ചു കഴിഞ്ഞാൽ, കൂട്ടുപലിശ ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തെ കോളം ഒഴിവാക്കി ബാക്കി മൊത്തം കൂട്ടി വയ്ക്കുന്നു. മൊത്തം തുക ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം കൂടി കൂട്ടി വയ്ക്കുന്നു. ഗുണിക്കാൻ മറക്കരുത്, കൂട്ടി വെച്ച് പോകുന്നു. ദെൻ കോമ്പൗണ്ട് ഇൻട്രസ്റ്റും സാധാരണ പലിശയും സിമ്പിൾ ഇൻട്രസ്റ്റ് തമ്മിൽ വ്യത്യാസം ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തെ കോളവും രണ്ടാമത്തെ കോളവും ഒഴിവാക്കി ബാക്കി മൊത്തം കൂട്ടുന്നു. 2 വർഷമായതുകൊണ്ട് ഇത് മാത്രമേ കൂട്ടാവുള്ളൂ. 3 വർഷമാണെങ്കിൽ എന്താണ് 3 1 കൂടി കൂട്ടാനുണ്ടാകും. ക്വസ്റ്റ്യൻ നോക്കിയേ, കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ ക്വസ്റ്റ്യൻ നോക്കിയേ. 2019 പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഒരു നിശ്ചിത തുകയ്ക്ക് 2 വർഷം കൊണ്ട് കൂട്ടുപലിശ 410 രൂപയും അതേ തുകയ്ക്ക് ഇതേ പലിശ നിരക്കിൽ 2 വർഷത്തേക്ക് സാധാരണ പലിശ 400 രൂപയുമായാൽ പലിശ നിരക്ക് എത്രയായിരിക്കും? ക്വസ്റ്റ്യൻ ഒന്നുകൂടി വായിക്കുന്നുണ്ട്. ഒരു നിശ്ചിത തുകയ്ക്ക് 2 വർഷത്തെ കൂട്ടുപലിശ 410 രൂപയും അതേ തുകയ്ക്ക് ഇതേ പലിശ നിരക്കിൽ 2 വർഷത്തെ സാധാരണ പലിശ 400 രൂപയുമായാൽ പലിശ നിരക്ക് എത്രയായിരിക്കും? 2 വർഷത്തേക്കുള്ള സാധാരണ പലിശ സിമ്പിൾ ഇൻട്രസ്റ്റ് 400 രൂപയാണ്. അതേ 2 വർഷത്തേക്കുള്ള കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് 410 രൂപയാണ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ക്വസ്റ്റ്യൻ വായിച്ചപ്പോൾ മനസ്സിലായോ? ക്വസ്റ്റ്യൻ വായിച്ചപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഇത് ഓക്കെ ആയോ? എങ്കിൽ നോക്കിയേ, ഇവിടെ കിടക്കുന്ന ഹിന്റ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്, സാധാരണ പലിശയാണ് ഇവിടെ കിടക്കുന്ന നമ്മളുടെ ഹിന്റ്. അവിടെ നിന്നാണ് തുടങ്ങേണ്ടത്. നോക്കിയേ, 2 വർഷത്തേക്ക് സാധാരണ പലിശ എത്രയാണ്? 400 രൂപ കിട്ടി എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തേക്ക് എന്താണ് 200 രൂപ കിട്ടിയിട്ടുണ്ടാവൂലേ? ഒരു വർഷത്തേക്ക് 200 രൂപ കിട്ടിയിട്ടുണ്ടാവൂലേ? അതൊക്കെയാണോ? 2 വർഷത്തേക്ക് 400 രൂപ സാധാരണ പലിശയിൽ കിട്ടിയെന്ന് പറഞ്ഞാൽ ഒരു വർഷം കിട്ടിയ പലിശ 200 രൂപയായിരിക്കും. ഇനി നോക്കിയേ, സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും തമ്മിലുള്ള ഒരു ബേസിക് ആയൊരു സംഭവം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നാമത്തെ വർഷം കിട്ടിയത് 200 രൂപയാണ് സിമ്പിൾ ഇൻട്രസ്റ്റിൽ. രണ്ടാമത്തെ വർഷവും എന്താണ് 200 രൂപ തന്നെ കിട്ടിയിട്ടുണ്ടാവും. അപ്പം എന്തായി? രണ്ടാമത്തെ വർഷം 400 രൂപ പലിശയായി കിട്ടി. ഇനി കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലേക്ക് വരികയാണെങ്കിൽ ഒന്നാമത്തെ വർഷം കിട്ടിയത് എന്തായിരിക്കും? തുല്യമായിരിക്കും. ഒന്നാമത്തെ വർഷം കോമ്പൗണ്ട് ഇൻട്രസ്റ്റും സിമ്പിൾ ഇൻട്രസ്റ്റും എന്താണ്? തുല്യമാണ്. അപ്പോൾ ഒന്നാമത്തെ വർഷം കിട്ടിയത് 200 രൂപ തന്നെയാണ് അല്ലേ? ഒന്നാമത്തെ വർഷം സാധാരണ പലിശയും കൂട്ടുപലിശയും തുല്യമാണ്. അപ്പോൾ ഒന്നാമത്തെ വർഷം എന്താണ്? CAയിലും എന്താണ് 200 രൂപ കിട്ടിയിട്ടുണ്ടാവും. രണ്ടാമത്തെ വർഷം എന്താണ്? ഒരു 200 രൂപയും കിട്ടിയിട്ടുണ്ടാവും. ഈ 200ന്റെ എത്രയോ ശതമാനമായ 10 രൂപയും കിട്ടിയിട്ടുണ്ടാകും. പലിശയുടെ പലിശയല്ലേ? 200 രൂപ പലിശ കിട്ടി, ഈ 200ന്റെ ഒരു പലിശയും കൂടി കിട്ടിയിട്ടുണ്ടാവും, അതാണ് 10. ഇത്രയും കാര്യം ഓക്കെ ആണോ? ഒന്നാമത്തെ വർഷം സാധാരണ പലിശയിൽ 200 രൂപ കിട്ടി, രണ്ടാമത്തെ വർഷം 200 രൂപ കിട്ടി, അങ്ങനെ 2 വർഷം കൊണ്ട് 400 രൂപയായി. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലേക്ക് വരുമ്പോൾ ഒന്നാമത്തെ വർഷം സാധാരണ പലിശയും കൂട്ടുപലിശയും തുല്യമാണ്. ഒന്നാമത്തെ വർഷം 200 രൂപ കിട്ടിയിട്ടുണ്ടാവും. രണ്ടാമത്തെ വർഷം എന്താണ്? ഒരു 200 രൂപ കിട്ടിയിട്ടുണ്ടാവും. കൂടെ ഈ 200 രൂപയുടെ ഒരു ചെറിയ പലിശ എത്രയോ ശതമാനമായ പലിശയായ 10 രൂപയും കൊണ്ട് കിട്ടിയിട്ടുണ്ടാവും. ഇപ്പോൾ നോക്കി, 2 വർഷം കൊണ്ട് കിട്ടിയ CA എന്ന് പറഞ്ഞാൽ 200 400 410 ആയല്ലോ. അപ്പോൾ 200ന്റെ എത്ര ശതമാനമാണ് ഈ 10 എന്ന് കണ്ടുപിടിച്ചാൽ പോരെ? 200ന്റെ എത്ര ശതമാനമാണ് 10? 200ന്റെ എത്ര ശതമാനമാണ് 10? 10/200 × 100. 2 0 വെട്ടിപ്പോയി, വെട്ടുമ്പോൾ 5% എന്ന് കിട്ടി. 200ന്റെ എത്ര ശതമാനമാണ് 10 എന്ന് കണ്ടുപിടിച്ചാൽ പോലെ? 10/200 × 100. 10/200 × 100. ഒന്നുകൂടി വായിച്ചു നോക്കിയേ. ഒരു നിശ്ചിത തുകയ്ക്ക് 2 വർഷത്തേക്ക് കൂട്ടുപലിശ 410 രൂപയും
സാധാരണ പലിശ അതേ തുകയ്ക്ക് അതേ പലിശ നിരക്കിൽ സാധാരണ പലിശ 400 രൂപയും കിട്ടിക്കഴിഞ്ഞാൽ പലിശ നിരക്ക് എന്തായിരിക്കും? 2 വർഷത്തേക്ക് 400 രൂപ കിട്ടി, 2 വർഷത്തേക്ക് കൂട്ടുപലിശയിൽ 410 രൂപ കിട്ടി. നമ്മളുടെ തുടങ്ങേണ്ട ഹിന്റ് എന്ന് പറഞ്ഞാൽ സാധാരണ പലിശയാണ്. അത് തന്നത് തന്നെ നമുക്കതിനാണ്. സോ സാധാരണ പലിശ 2 വർഷം കൊണ്ട് 400 രൂപ കിട്ടിയെന്ന് പറഞ്ഞാൽ 1 വർഷം കൊണ്ട് 200 രൂപ കിട്ടും. 400 രൂപ കിട്ടിയെന്ന് പറഞ്ഞാൽ ഒരു വർഷം ഓരോ വർഷം 200 വെച്ച് കിട്ടുന്നുണ്ടായിരിക്കും. സോ ആദ്യത്തെ വർഷം എന്താണ് SIന്റെ കേസിൽ സാധാരണ പലിശയുടെ കേസിൽ ആദ്യത്തെ വർഷം 200 കിട്ടും, രണ്ടാമത്തെ വർഷം 200 കിട്ടും, മൂന്നാമത്തെ വർഷം വീണ്ടും 200 കിട്ടും. അപ്പോൾ 2 വർഷം ഉള്ളതുകൊണ്ട് 200 400ആയി. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ കേസിൽ നോക്കിയാൽ ആദ്യത്തെ വർഷം കോമ്പൗണ്ട് ഇൻട്രസ്റ്റും കൂട്ടുപലിശയും സാധാരണ പലിശയും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. ആദ്യത്തെ വർഷം 200 രൂപ തന്നെ കിട്ടിയിട്ടുണ്ടാവും. രണ്ടാമത്തെ വർഷം ഒരു 200 രൂപ കിട്ടും. കൂടാതെ ആദ്യത്തെ വർഷത്തെ പലിശയില്ലേ, പലിശയുടെ പലിശ എന്ന് പറഞ്ഞ പോലെ ആദ്യത്തെ വർഷത്തെ പലിശയുടെ എത്രയോ ശതമാനമായ 10 കൂടി കിട്ടും. അപ്പോൾ നോക്കിയേ, 2 വർഷം കൊണ്ട് 410 രൂപ കിട്ടിയോ? സോ 200ന്റെ എത്ര ശതമാനമാണ് 10 എന്ന് കണ്ടുപിടിച്ചാൽ പോലെ. 200ന്റെ എത്ര ശതമാനമാണ് 10? 10 ഡിവൈഡ് ബൈ 200 × 100. 10 ഡിവൈഡ് ബൈ 200 × 100. സോ 10 ഡിവൈഡ് ബൈ 200 × 100 0.0 10/2 5%. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 5%ആണെന്ന് കിട്ടി. ഓക്കെ ആണോ? നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞു പോയ സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിലുള്ള വ്യത്യാസമില്ലേ, അത് ചില സമയത്ത് നമുക്ക് ഡയറക്റ്റ്ലി കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. അത് ഓർത്ത് വയ്ക്കുക. ചില സമയത്ത് വളരെ ഈസി ആയിട്ട് ഉപകാരപ്പെടുന്നതാണ്. ചില ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോൾ തന്നെ തിരിച്ചും മറിച്ചും ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതിലെ ആൻസർ കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ അതുകൂടി ഓർത്ത് വെച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എന്താണ്, ഇക്വേഷൻ അറിയാമെങ്കിൽ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നമുക്ക് പടപടാ ചെയ്തു പോകാല്ലേ. ചില സമയത്ത് ഇക്വേഷൻസും ഉപകാരപ്പെടും. അപ്പോൾ അതുകൂടി പഠിച്ചു വയ്ക്കുക. പ്രിൻസിപ്പൽ എമൗണ്ട് അറിയാം, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അറിയാമെങ്കിൽ, പ്രിൻസിപ്പൽ എമൗണ്ട് അറിയാം, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അറിയാമെങ്കിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റും സിമ്പിൾ ഇൻട്രസ്റ്റ് തമ്മിലുള്ള വ്യത്യാസം ഫോർ 2 years ആണ്. 2 yearsന്റെ 2 വർഷത്തേക്കുള്ള സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിലുള്ള വ്യത്യാസം ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ P × R/100 ഹോൾ സ്ക്വയർ ആണ്. P × R/100 ഹോൾ സ്ക്വയർ ആണ്. 3 വർഷത്തേക്കുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ P × R/100 ഹോൾ സ്ക്വയർ ഇൻറ്റു 3 + R/100 ആണ്. 3 + R/100 ആണ്. ഇതും കൂടി ഓർത്ത് വെക്കണം. P × R/100 ഹോൾ സ്ക്വയർ ഇൻറ്റു 3 + R/100 ഹോൾ സ്ക്വയർ. ഹോൾ സ്ക്വയർ അല്ല, 3 + R/100. ഇത്രയും കാര്യങ്ങൾ ഡിഫറൻസ് ആണ്. സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിലുള്ള വ്യത്യാസം. കൂട്ടുപലിശയും സാധാരണ പലിശയും തമ്മിലുള്ള വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ട് പറയാലോ. ഓക്കെ, കൂട്ടുപലിശയും സാധാരണ പലിശയും തമ്മിലുള്ള വ്യത്യാസമാണ് P × R/100 ഹോൾ സ്ക്വയർ ഇൻറ്റു 3 + R/100. ഇത് 3 വർഷത്തേക്കുള്ള വ്യത്യാസമാണ്. ഇത് 2 വർഷത്തിന്റെ വ്യത്യാസമാണെങ്കിൽ P × R/100 ഹോൾ സ്ക്വയർ ആണ്. ഈ ഇക്വേഷൻ ഓർത്ത് കഴിഞ്ഞാൽ ചില ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ്ലി നമുക്ക് പിടിച്ച് അങ്ങോട്ട് പോവാട്ടാ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. ഒരു നിശ്ചിത തുക കൂട്ടുപലിശ രീതിയിൽ 2 വർഷത്തേക്ക് പലിശയായി 832 രൂപയും സാധാരണ പലിശയായി 800 രൂപയും ലഭിക്കുന്നു എങ്കിൽ ഇതേ തുക ഇതേ പലിശ നിരക്കിൽ 3 വർഷത്തേക്ക് കൂട്ടുപലിശയും സാധാരണ പലിശയും തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? ഒന്നുകൂടി ക്വസ്റ്റ്യൻ വായിക്കുന്നുണ്ട്. ഒരു നിശ്ചിത തുക കൂട്ടുപലിശ രീതിയിൽ 2 വർഷത്തേക്ക് പലിശയായി 832 രൂപയും സാധാരണ പലിശയായി 800 രൂപയും ലഭിക്കുന്നു എങ്കിൽ ഇതേ തുക ഇതേ പലിശ നിരക്കിൽ 3 വർഷത്തേക്ക് കൂട്ടുപലിശയും സാധാരണ പലിശയിലും കിട്ടുന്ന വ്യത്യാസം എത്ര? നോക്കിയേ, ക്വസ്റ്റ്യൻ ഒന്നുകൂടി വായിച്ചു നോക്കിയേ. 2 വർഷത്തേക്ക് എന്താണ് 832 രൂപ CIയിൽ കിട്ടുന്നു, കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ കിട്ടും. 2 വർഷത്തേക്ക് ഇതേ പലിശ നിരക്കിൽ ഇതേ തുക 800 രൂപയായിട്ടാണ് എന്ത് കിട്ടുന്നത്, സിമ്പിൾ ഇൻട്രസ്റ്റിൽ കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ കണ്ടുപിടിക്കാൻ പറഞ്ഞത് എന്താണ്, 3 വർഷത്തേക്കുള്ള CIയും SIയും തമ്മിലുള്ള വ്യത്യാസമാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ഓക്കെ ആണല്ലോ? നോക്കിയേ, ഇവിടെയാണ് നമ്മുടെ പോയിന്റ് കിടക്കുന്നത്. 2 വർഷത്തേക്ക് 400 രൂപ പലിശ കിട്ടുന്നു എങ്കിൽ 800 രൂപ പലിശ കിട്ടുന്നു എങ്കിൽ ഒരു വർഷം എന്താണ്, ഒരു വർഷം 400 രൂപ പലിശയായിട്ട് കിട്ടുന്നുണ്ടായിരിക്കും. അപ്പോൾ നോക്കി, SIന്റെ കാര്യത്തിൽ ഒന്നാമത്തെ വർഷം 400 രൂപ കിട്ടും, രണ്ടാമത്തെ വർഷം 400 രൂപ കിട്ടും. CIന്റെ കാര്യത്തിൽ എന്താണ്, ഒന്നാമത്തെ വർഷം 400 രൂപ കിട്ടും, രണ്ടാമത്തെ വർഷം 400 രൂപയും കിട്ടും. കൂടാതെ ഇതിൻ്റെ എത്രയോ ശതമാനമായ ഒരു 32 രൂപയും കൂടി കിട്ടും അല്ലേ. 400 400 800 832 ആയല്ലോ. പലിശയുടെ പലിശയും കൂടിയും കിട്ടും. 400ന്റെ എത്ര ശതമാനമാണ് 32 നോക്കിയാൽ പോലെ, 32 എത്ര ശതമാനമാണ് 400ന്റെ, 400 × 100
0 വെട്ടി 32/4 8% എന്ന് കിട്ടി. 8% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 8% എന്ന് കിട്ടി. നമ്മുടെ ക്വസ്റ്റ്യൻ അതാണോ? നമ്മോട് ചോദിച്ചത് എന്താണ്? 3 വർഷത്തേക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റും സിമ്പിൾ ഇൻട്രസ്റ്റും സാധാരണ കൂട്ടുപലിശയും സാധാരണ പലിശയും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നാണ് ചോദിച്ചത്. എന്താണ്, എങ്ങനെ കണ്ടുപിടിക്കും? 3 വർഷത്തേക്ക് നമുക്ക് എങ്ങനെ അറിയാം? 3 വർഷത്തേക്ക് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കാറ്? സാധാരണ 3 വർഷത്തേക്ക് ഇതൊന്നും വായിക്കുന്നുണ്ടേ. 3 വർഷം എന്ന് പറയുമ്പോൾ 1331 ആണ് അല്ലേ? 3 വർഷത്തേക്ക് 1331 അല്ലേ? ഇവിടെ എത്ര രൂപയുണ്ട് നമുക്കറിയോ? ഇല്ല. അത് കണ്ടുപിടിക്കാൻ പോകേണ്ട വല്ല കാര്യമുണ്ടോ? ഇല്ല. ആദ്യത്തെ വർഷം 400 രൂപ പലിശ കിട്ടുന്നു എന്ന് പറഞ്ഞാൽ ആ ഇട്ട എമൗണ്ടിൻ്റെ പലിശയല്ലേ 400? അത് കിട്ടുന്നില്ലേ? 400 കിട്ടി. ഈ 400ന്റെ 8% അല്ലേ ഇങ്ങോട്ട് പോവുക? 400ന്റെ 8% എന്ന് പറഞ്ഞാൽ 32 ആണ്. ഈ 32ന്റെ 8% അല്ലേ ഇങ്ങോട്ട് പോവുക? 32 / 8. 32 × 8 30 × 8 240. 2 × 8 16. 256. 256 ഹരിക്കണം 100 2.56 അല്ലേ? അപ്പോൾ നോക്കിയേ, താഴത്തോട്ട് ഗുണിക്കുമ്പോൾ എന്ത് വരും? 1200 എന്ന് വരും. ഇങ്ങോട്ട് വരുമ്പോൾ എന്തായി? 32 96 എന്ന് വരും. ഇതെന്താണ്? 2.56 വരും. താഴത്തോട്ട് ഗുണിക്കണ്ടേ? നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് 3 വർഷത്തിൻ്റെ സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിലുള്ള വ്യത്യാസമാണ്. സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ ഒന്നാമത്തെ കോളം നമ്മൾ ഒഴിവാക്കും, രണ്ടാമത്തെ കോളവും നമ്മൾ ഒഴിവാക്കും, ബാക്കി മൊത്തം ആഡ് ചെയ്ത് കൊടുക്കും. 96 + 2.56 എന്ന് പറഞ്ഞാൽ 98.56 എന്ന് കിട്ടും. ഓക്കെ ആണോ? ഇത്രയും സ്റ്റെപ്പ് ഓക്കെ ആണോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്തൊക്കെ ചെയ്തതെന്ന് ആലോചിച്ച് നോക്കിയേ. 2 വർഷത്തേക്കുള്ള കൂട്ടുപലിശ 832, 2 വർഷത്തേക്കുള്ള സാധാരണ പലിശ 800. അവിടെയാണ് നമ്മുടെ പോയിന്റ് കിടക്കുന്നത്. 2 വർഷത്തേക്ക് 800 ആണെങ്കിൽ 1 വർഷത്തേക്ക് 400 രൂപ കിട്ടും. 1 വർഷത്തേക്ക് 400 രൂപ കിട്ടുന്നു. രണ്ടാമത്തെ വർഷം 400 രൂപ കിട്ടുന്നു. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലേക്ക് വരുമ്പോൾ 1 വർഷം 400 രൂപ കിട്ടുന്നു. രണ്ടാമത്തെ വർഷവും 400 രൂപ കിട്ടും. കൂടാതെ ഈ പലിശയുടെ എത്രയോ ശതമാനമായ ഒരു 32 കൂടി കിട്ടും. 400ന്റെ എത്ര ശതമാനമാണ്? 32 നോക്കിയാൽ പോരെ. 32 / 400 × 100 ചെയ്താൽ 8% എന്ന് കിട്ടി. പലിശ നിരക്ക് 8% എന്ന് കിട്ടി. നമ്മളോട് ചോദിച്ചത് പലിശ നിരക്ക് കണ്ടുപിടിക്കാനല്ല ചോദിച്ചത്. 3 വർഷത്തേക്കുള്ള കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെയും സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെയും വ്യത്യാസമാണ് ചോദിച്ചത്. 3 വർഷത്തേക്കുള്ള കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെയും സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെയും വ്യത്യാസം എന്ന് പറഞ്ഞാൽ കണ്ടുപിടിക്കാൻ വേണ്ടത് നമുക്ക് എന്താണ്? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ, കൂട്ടുപലിശ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ 3 വർഷത്തിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ 1331 ആണ്. ഈ 1 എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ എമൗണ്ട് ആണ്. അത് നമ്മൾ കണ്ടുപിടിക്കാൻ പോകേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്? 1 വർഷം കിട്ടുന്ന പലിശ, ആദ്യത്തെ വർഷം കിട്ടുന്ന പലിശ എന്ന് പറഞ്ഞാൽ 400 ആണെന്ന് നമുക്ക് ഇവിടുന്ന് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റത്തെ കോളത്തിൽ എന്താണ്? ആ ഇട്ട എമൗണ്ടിൻ്റെ 8% 400 എഴുതി. 400ന്റെ 8% ഇവിടുത്തെ കോളത്തിൽ, രണ്ടാമത്തെ കോളത്തിൽ വരുന്നത്. ഈ കിട്ടിയ 32ന്റെ 8% ലാസ്റ്റത്തെ കോളത്തിൽ വരുന്നത്. അപ്പോൾ 32 കിട്ടി. 32 8% 2.56 കിട്ടി. ഇനി താഴത്തോട്ട് ഗുണിക്കുന്നു. ഗുണിക്കുമ്പോൾ 3 × 32 96. 1 × കഴിയുമ്പോൾ 2.56 തന്നെ. കൂട്ടുപലിശയും സാധാരണ പലിശ തമ്മിലുള്ള വ്യത്യാസം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഒന്നാമത്തെ കോളവും ഒഴിവാക്കും, രണ്ടാമത്തെ കോളവും ഒഴിവാക്കും, ബാക്കി മൊത്തം കൂട്ടി കൊടുക്കും. കൊടുത്തപ്പോൾ 96 + 2.56 98.56 എന്ന് കിട്ടി. മൊത്തം തുക ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? ഇതും കൂട്ടും. കൂട്ടുപലിശ മാത്രം ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? ഒന്നാമത്തെ കോളം ഒഴിവാക്കും, ബാക്കി മൊത്തം കൂട്ടും. ഇതും കൂട്ടും. ഓക്കെ ആണല്ലോ? അടുത്തൊരു ക്വസ്റ്റ്യൻ പറയട്ടെ. ഒരു നിശ്ചിത തുക കൂട്ടുപലിശ രീതിയിൽ 15 വർഷം കൊണ്ട് 6 മടങ്ങാകും എങ്കിൽ അതേ തുക അതേ പലിശ നിരക്കിൽ 36 മടങ്ങാകാൻ എത്ര വർഷം വേണ്ടി വരും? ക്വസ്റ്റ്യൻ ഒന്നുകൂടി വായിച്ചു നോക്കി. ഒരു നിശ്ചിത തുക കൂട്ടുപലിശ രീതിയിൽ 15 വർഷം കൊണ്ട് 6 മടങ്ങാകും. 6 മടങ്ങാകുന്നത് 15 വർഷം കൊണ്ടാണ്. എങ്കിൽ 36 മടങ്ങാകാൻ എത്ര വർഷം വേണ്ടി വരും എന്നാണ് ചോദിച്ചത്. ക്വസ്റ്റ്യൻ മാർക്ക് ഓർ ടി കൊടുക്കുക. എന്ത് ചെയ്യുക? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ ക്രോസ് ചെയ്യുക. സാധാരണ ക്രോസ് ചെയ്യുന്ന പോലെയല്ല, ഇതിൻ്റെ നേരെ പവറിലേക്ക് കൊടുക്കുക. 6t ഇതിൻ്റെ പവറിലേക്ക് വേണം ഇത് വരാൻ. 36 15. എഴുതിയത് ഓക്കെ ആയോ?
ഈ 6 മടങ്ങാകാൻ 15 വർഷം എടുക്കും. 15 വർഷം കൊണ്ട് 6 മടങ്ങാകും എങ്കിൽ 36 മടങ്ങാകാൻ എത്ര വർഷം വേണ്ടി വരും? മടങ്ങ് നമ്പർ ഓഫ് ടൈംസ് ഒക്കെ ഇവിടെ എഴുതുക, വർഷമൊക്കെ ഇങ്ങോട്ട് എഴുതുക. 15 ഇയേഴ്സ് എന്നാ പറഞ്ഞത്. എന്നിട്ട് ക്രോസ് ചെയ്യുന്നു. ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ ക്രോസ് ചെയ്യുന്ന പോലെ ആവരുത്. എന്ത് ചെയ്യാം? മടങ്ങിന്റെ പവറിലേക്ക് വേണം വർഷം പോവാൻ. 6ന്റെ പവറിലേക്ക് വന്നു ടി. ക്രോസ് ചെയ്യുമ്പോൾ എന്താണ്? 36ന്റെ പവറിലേക്ക് വർഷം വന്നു. നോക്കിയേ, 6 is equal to 36നെ നമുക്ക് എങ്ങനെ എഴുതാം? a/m is equal to a/n ആണെങ്കിൽ m is equal to n എന്ന് എഴുതാം. ഈ ഫോർമാറ്റിലേക്ക് കൊണ്ടുവരാൻ 36നെ നമ്മൾ എന്ത് ചെയ്യുന്നു? 6² എന്ന് എഴുതുന്നു. 6² all raised to 15. a/m all raised to n എന്ന് പറഞ്ഞാൽ a/m into n ആണ്. അപ്പം നമ്മൾ എന്ത് ചെയ്തു? 6t is equal to 6 into 2 into 15 30. ഓക്കെ, ദെൻ a/m is equal to a/n ആണ്. a/n ആയാൽ a/m is equal to a/n ആയാൽ m is equal to n ആയിരിക്കും. m is equal to n ആയിരിക്കും. ഇത് പറഞ്ഞ പോലെ തന്നെ. സോ 6 is equal to t is equal to 6t is equal to 6/30. സോ t is equal to 30 years എന്ന് എഴുതി വെക്കാം. ഓക്കെ ആണോ? 6 മടങ്ങാകാൻ 15 വർഷം കൊണ്ട് 6 മടങ്ങായി. എത്ര വർഷം കൊണ്ട് 36 മടങ്ങാകും? ക്രോസ് ചെയ്യുന്നു, പവറിലേക്ക് കൊണ്ടിടുന്നു. 6t is equal to 36/15. 36/15. 6t is equal to 6² 6t is equal to 6/30. സോ t is equal to 30 years. സാധാരണ പലിശയിലും കൂട്ടുപലിശയിലും ചോദിക്കാൻ ചാൻസ് ഉള്ള മെജോറിറ്റി ടൈപ്പുള്ള ബേസിക്കായ കാര്യങ്ങൾ മൊത്തം പറഞ്ഞു പോയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക? ബേസിക്കായ കാര്യങ്ങൾ പഠിക്കുക. ക്വസ്റ്റ്യൻ ബാങ്കോ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറോ എടുക്കുക, ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ എന്താണ്? ക്വസ്റ്റ്യൻസ് നമുക്ക് അറിയാത്ത കുറേ ക്വസ്റ്റ്യൻസ് ഡിഗ്രി ലെവൽ എക്സാം ഒക്കെ വരികയാണ്. ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെ ചോദിക്കാമെന്ന് പറയാൻ പറ്റില്ല. SCRT ബുക്കിലെ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം എന്ത് ചെയ്യുക? ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. ബേസിക്കായ കാര്യങ്ങൾ മൊത്തം പഠിച്ചു പോവുക. എന്ത് ചെയ്യുക? ബാക്കിയുള്ള കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുക. ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഓക്കെ.